പ്രൈസ് ലോർഡ്. വി വിറ്റ്നസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ടെസ്റ്റിമണി സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരെ ഞങ്ങൾ ഒരു പ്രാവശ്യം വെൽക്കം ചെയ്യുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം. ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ ഈവനിങ് സമയത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാന്തക്കൊണ്ടും അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി കർത്താവെ, ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അവിടുത്തെ ദാസനെ, കുടുംബത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കളുടെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്കെല്ലാം വലിയ ആത്മീക അനുഗ്രഹത്തിന്, വലിയ വിശ്വാസത്തിൻ്റെ ബലത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കുറവശങ്ങൾ ക്ഷമിച്ചാട്ട് തിരുമഹത്വം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുത്തിക്കാട്ട് കർത്താവ്. അവിടുന്ന് അങ്ങനെ ചെയ്യുവാൻ വിശ്വസനാകിയാൽ സ്തോത്രം. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ലൈവായിട്ടും പിന്നീട് യൂട്യൂബിലൂടെ ഒക്കെ ഈ വീഡിയോ കാണുന്ന ദൈവമക്കളെ നീ അനുഗ്രഹിക്കണം കർത്താവ്. ഞങ്ങളെല്ലാം മുറ്റുമായി സമർപ്പിക്കുന്നു. കുറവശങ്ങൾ ക്ഷമിക്കണം. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് അസാധാരണ ദൈവപ്രവൃത്തിയുടെ ഒരു ദിവസമാക്കി അവിടുന്ന് മാറ്റുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. സകല മാനവും സകല മഹത്വവും ഞങ്ങളവിടുത്തെ കടപ്പിക്കുന്നു. യേശു മൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. ഒരു പ്രാവശ്യം കൂടെ വിറ്റ്നസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ആരംഭത്തിൽ ഞങ്ങൾ ഓർപ്പിച്ചതുപോലെ ഒരു നല്ല ഒരു ലൈഫ് എക്സ്പീരിയൻസ്, കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു കുടുംബത്തിൻ്റെ ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മുടെ പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ വി വിറ്റ്നസിൽ വരുന്ന സാക്ഷ്യങ്ങളൊക്കെ കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്ന പ്രിയമുള്ളവരുടെ സാക്ഷ്യങ്ങളാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം. നമ്മളോടൊപ്പം ഇന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നതിന് ജോയിൻ ചെയ്തിരിക്കുന്നത് കാനഡയിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അജു ഡി വർഗീസും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സിസ്റ്റർ രാജിയുമാണ്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ കർത്താവിൻ്റെ ദാസനെയും ദാസിയെയും ഈ ലൈവ് സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്റർ. വെൽക്കം സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി സന്തോഷമുണ്ട് പാസ്റ്റർ ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് കടന്നു വന്നതിൽ. ആരംഭത്തിൽ തന്നെ വർഗീസ് ബേബി പാസ്റ്ററോടുള്ള ഞങ്ങളുടെ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. പാസ്റ്ററാണ് ഈ ഒരു സാക്ഷ്യം കൊണ്ടുവരണമെന്ന് എന്നോട് നിർബന്ധമായി പറഞ്ഞ് ഇങ്ങനൊരു സാഹചര്യം ഒരുക്കുവാനിടയായി തീർന്നത് ഒരു വലിയ അനുഗ്രഹത്തിന് ഇതെല്ലാം കാരണമായി തീരട്ടെ. നിങ്ങൾ രണ്ടുപേരും വന്നപ്പോൾ രണ്ടുപേരുടെയും സാക്ഷ്യമുണ്ട് അല്ലേ? അതെ അതെ പാസ്റ്റർ, രണ്ടുപേർക്കും ജീവിതാനുഭവങ്ങൾ ദൈവം തന്നിരിക്കുന്ന സാക്ഷ്യങ്ങളുണ്ട്. കാനഡയിൽ എവിടെയാ പാസ്റ്ററെ? ഞങ്ങൾ കാൽഗറി എന്ന പേരുള്ള പട്ടണത്തിലാണ്. ഓ, കാൽഗറി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കാനഡയിലേക്ക് ഒരു വലിയ മൈഗ്രേഷൻ്റെ കാലഘട്ടമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടല്ലേ? അതെ അതെ, ഒത്തിരി നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ വരുന്നു. അത് ശരിക്കും എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സ് വരുന്നു. അതെ, ഇന്ത്യൻ സഭകളുടെ മുഖച്ഛായ അത് മാറ്റുന്നുണ്ട്. കാരണം ചെറുപ്പക്കാരുള്ള സഭകളാണ് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത്. തീർച്ചയായും. അത് കഴിഞ്ഞ 4-5 മാസം മുമ്പ് നാട്ടിൽ പോയപ്പോൾ എനിക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലായി. സത്യം പറഞ്ഞാൽ നാട്ടിലത്തെ നമ്മുടെ ചേർച്ചസിലെല്ലാം യങ്സ്റ്റേഴ്സ് കുറയുകയാണ്. അവരെല്ലാം ഇങ്ങോട്ടും ഇങ്ങനെയുള്ള ദേശങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾക്ക് അതൊരു ബ്ലെസ്സിങ് ആണ്. ഇവിടെ ഇപ്പോൾ ഉള്ള ചേർച്ചസിനൊക്കെ അതൊരു ബ്ലെസ്സിങ് ആണ്. ഒത്തിരി യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട്. അതാ പാസ്റ്റർ ഞാൻ ഉദ്ദേശിച്ചത്. ഞാനും ഈ കേരളത്തിലൊക്കെ പോകുമ്പോൾ കൂടുതൽ സഭകളിലും പ്രായമുള്ളവരാണ് കൂടുതലുള്ളത്. ചെറുപ്പക്കാരൊക്കെ ഈ പറഞ്ഞതുപോലെ വിവിധ സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു. അതിന് ഒരു വലിയ അനുഗ്രഹമുണ്ടെന്നാണ് പാസ്റ്റർ എൻ്റെ വിശ്വാസം. കാരണം ഈ വെസ്റ്റേൺ ദേശങ്ങളിലൊക്കെ വർഷങ്ങളായിട്ടുള്ള നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു ആത്മീക മൂല്യച്യുതി, ആ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇടിവിൽ നിൽക്കുവാനും ഒക്കെ കർത്താവ് നമ്മളെ അവിടെ എത്തിക്കുന്നതാണെന്ന് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് തീർച്ചയായും ഇവിടുത്തെ ഒരു 3-4 ജനറേഷൻ മുമ്പ് നമുക്കൊക്കെ അറിയാമല്ലോ, ഒത്തിരി മിഷണറീസ് നമ്മുടെ പോലുള്ള ദേശങ്ങൾ ഇന്ത്യയിലോട്ടൊക്കെ വന്ന് അവരുടെ ജീവൻ ബലിയർപ്പിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ അവരുടെ 3rd 4th ജനറേഷൻ എല്ലാം ഇപ്പം കർത്താവിനെ അറിയാതെ ഒത്തിരി അകന്നുപോയി. അങ്ങനെയുള്ള ഒരു സ്ഥിതി നിൽക്കുക. അപ്പൊ അവരെയൊക്കെ ഒന്ന് ഉണർത്താനും അവരുടെ ഇടയിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് അടുത്ത ഒരാഴത്തിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിരിക്കും കർത്താവ് ഞങ്ങളെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അടുത്ത ജനറേഷനെയൊക്കെ കൊണ്ടുവരുന്നത്. തീർച്ചയായും വലിയൊരു വേലയുണ്ട്. വയല് വിശാലമാണല്ലോ, വേലക്കാർ ചുരുക്കമാണ്. കർത്താവ് അങ്ങനെ ഒരു മുഖാന്തരങ്ങൾ ഈ ദിനങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നവർ ആ ഒരു പർപ്പസ് തിരിച്ചറിയുന്നുണ്ട്. അതൊരു വലിയ അനുഗ്രഹമാണ്. കാരണം അവരെ ദൈവം ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അയക്കുന്നത് എന്നുള്ള ഒരു വലിയ ഒരു
ഒരു തിരിച്ചറിവോടുകൂടി അവർ പോകുന്നത്. അതുകൊണ്ട് തന്നെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും, എനിക്കറിയാം യു കെയിലൊക്കെ പ്രെയർ വോക്ക് നടത്തുന്ന ദൈവദാസന്മാർ, സ്ട്രീറ്റിൽ പ്രസംഗിക്കുന്നവർ, അടഞ്ഞു കിടക്കുന്ന പള്ളികളുടെ മുമ്പിൽ പോയി നിന്ന് കർത്താവെ ഈ പള്ളികൾ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങളിത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെയൊക്കെ എനിക്കറിയാം. ഒരു 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 കർത്താവിൻ്റെ ഒരു നീതിയാണ്. അവസാന കാലത്ത് ലോകം മുഴുവൻ സഭയെ ഒന്ന് ഉണർത്തണം എന്നുള്ള കർത്താവിൻ്റെ ഒരു നീതിയാണ്. ആരും നഷ്ടപ്പെട്ടു പോകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ലല്ലോ. ശരി, തീർച്ചയായും ചേർച്ചസിന്റെ ഒരു മിഷൻ ആണല്ലോ അത്. ഇവിടെയൊക്കെയുള്ള നമ്മുടെ മലയാളി ചേർച്ചസിന്റെ മെയിൻ മിഷൻ അതായിരിക്കട്ടെ, പ്രേക്ഷിത പ്രവർത്തനം ആയിരിക്കട്ടെ. നമ്മളെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വേറെ ഒരു ജോലി ചെയ്ത് അതിനകത്ത് ഒതുങ്ങി ജീവിച്ചു പോകാൻ മാത്രമല്ല എന്നുള്ളതും ദൈവദാസൻ പറഞ്ഞ പോലെ അതിനകത്ത് നിന്നുള്ള ദൈവത്തിന്റെ നിയോഗങ്ങളെ, ആത്മീക നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് ശക്തമായി ചലിക്കാൻ, അടുത്തൊരു തലമുറയെ മിഷൻ എക്യുപ്ഡ് ആക്കാൻ വേണ്ടി അതിനുള്ള വലിയൊരു ദൗത്യം ചേർച്ചസിന്റെ മേൽ കിടപ്പുണ്ട്. എന്തായാലും നമ്മളെ കാനഡയുടെ കാര്യമൊക്കെ നമുക്ക് അവിടെ നിൽക്കട്ടെ. പാസ്റ്ററൊക്കെ അവിടെ കാനഡ ആയിട്ട് എത്ര നാളുകളായി? ഞങ്ങള് 2012 പാസ്റ്റർ വന്ന് 11-12 years. 12 വർഷത്തോളമാകുന്നു. അപ്പോൾ നമുക്ക് പരിചയപ്പെടണമല്ലോ നാട്ടുകാരി, നാട്ടിലെവിടെയാണ്, കുറിച്ച് നാടിനെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബങ്ങൾ, ജനിച്ചു വളർന്ന സ്ഥലം, ഇങ്ങനെയുള്ള കുറച്ച് ഇൻഫർമേഷൻ പറയുകയാണെങ്കിൽ ഒരു അനുഗ്രഹമായിരിക്കും. തീർച്ചയായും പാസ്റ്റർ. ഞങ്ങള് രണ്ടുപേരും കോട്ടയംകാരാണ്. ബേസിക്കലി ഞങ്ങൾ രണ്ടുപേരുടെയും ഭവനങ്ങൾ തമ്മിൽ ഏകദേശം 5 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ അതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടുപേരും ബാല്യം മുതൽ വളർത്തപ്പെട്ടത് ഇതര മേഖലകളിലാണ് കേരളത്തിന്റെ. എന്റെ മാതാപിതാക്കള് ജോലിയോടുള്ള ബന്ധത്തിൽ, സുവിശേഷ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലൊക്കെ മലബാറിലായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ ഒരു നല്ല ബാല്യകാലം, ഒരു പ്രീ ഡിഗ്രി എഡ്യൂക്കേഷൻ അത് കഴിഞ്ഞുള്ള ആ ഭാഗം വരെ ചെലവഴിച്ച് കോഴിക്കോടായിരുന്നു. രാജി അതുപോലെ തന്നെ പിതാവിന്റെ ജോലിയും, പിതാവ് നല്ലൊരു സുവിശേഷകനായിരുന്നു. അതെല്ലാം കൂടെ ഉള്ള ബന്ധത്തിൽ മൂലമറ്റം അങ്ങനെയുള്ള മേഖലകളിൽ അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ഓഫീസറായിരുന്നു. അപ്പം അങ്ങനെയുള്ള വ്യത്യസ്തമായ രീതികളിൽ, സംസ്കാരങ്ങളിൽ, സാഹചര്യങ്ങളിൽ വളർന്നു വരാൻ ദൈവം ഭാഗ്യം തന്നു. എൻ്റെ മാതാപിതാക്കൾ ഇപ്പോഴും നാട്ടിലുണ്ട്. എനിക്ക് 2 സഹോദരിമാരുണ്ട്. അവർ രണ്ടും മാരീഡ് ഓഫ് ആണ്. രാജിക്ക് ഒരാങ്ങളേ ഉള്ളൂ. അദ്ദേഹം ഫുൾ ടൈം മിനിസ്ട്രിയിലാണ്. കോട്ടയത്തെ ഒരു ചേർച്ചിന്റെ പാസ്റ്ററാണ്. എൻ്റെ സഹോദരി കുടുംബം അവര് ഫുൾ ടൈം മിനിസ്ട്രിയിലാണ്. അവരിപ്പോ ഓസ്ട്രേലിയയിലായിരിക്കുന്നു. തൊട്ട് താഴെയുള്ള ആള്, ഒരാൾ എറണാകുളത്ത് ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാല് രണ്ടുപേരും ഒരു കർത്താവിന്റെ വേലയുമായി ബന്ധപ്പെട്ട മിഷണറി കുടുംബങ്ങളിൽ നിന്ന് പുറത്തു വന്നു. സഹോദരങ്ങളും കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണത്. പാസ്റ്ററുടെ പപ്പ ചർച്ച് മിനിസ്ട്രിയിലായിരുന്നു അല്ലേ? എന്റെ പപ്പായും മമ്മിയും ടീച്ചേഴ്സ് ആയിരുന്നു. പക്ഷെ അവര് മലബാറിലെ സാഹചര്യം പാസ്റ്റർ അറിയാമല്ലോ. അവര് അതൊരു സുവിശേഷത്തിന്റെ ശരിക്കുള്ള ഒരു ചാലകമാക്കി മാറ്റിയ 2 വ്യക്തി ജീവിതങ്ങളാണ്. അതുപോലെ തന്നെ അവിടെയുള്ള കർത്തദാസനോട് ചേർന്ന് ശനി ഞായർ ദിവസങ്ങളിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചേർച്ചിന്റെ ബിൽഡിംഗ് അപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു സുവിശേഷത്തിന്റെ മേഖലയായിരുന്നു ഞങ്ങൾക്കത്. ശരി. അപ്പോൾ ആ അനുഭവങ്ങളൊക്കെ പറയണം കേട്ടോ. ഞങ്ങൾക്ക് കേൾക്കാൻ ഞങ്ങൾ റെഡിയാണ്, കൗതുകമുണ്ട്. കാരണം മലബാർ അനുഭവങ്ങൾ, മാതാപിതാക്കളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ രണ്ടുപേരുടെ അനുഭവങ്ങൾ ഇനി ഒട്ടും സമയം നഷ്ടപ്പെടുത്തുന്നില്ല. കാരണം രണ്ടുപേരുടെ അനുഭവം ഉള്ളത് കൊണ്ട് എനിക്കറിയാം ഒത്തിരി കാര്യങ്ങൾ കേൾക്കാനുണ്ട്, ഒത്തിരി ജീവിതാനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് പാസ്റ്റർക്ക് തുടർന്നുള്ള, നിങ്ങൾക്ക് രണ്ടുപേർക്കും തുടർന്നുള്ള സമയങ്ങൾ ഉപയോഗിക്കാം. ഞങ്ങൾ കേൾക്കാൻ റെഡിയാണ്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഇൻറ്ററപ്റ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ പാസ്റ്ററെ. ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം. ഓക്കെ പാസ്റ്ററെ. കർത്താവിന്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആദ്യമായിട്ട് എനിക്ക് ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് വലിയവനായ ദൈവത്തോടാണ്. ഇപ്പോൾ ഞങ്ങളെ ഈ സ്ക്രീനിന് മുമ്പിൽ നിർത്തിയിട്ടുണ്ട്. ആ ദൈവത്തിന്റെ വലിയ പദ്ധതിയും കരുണയും മാത്രമാണ്. കർത്താവിന്റെ മുൻപിൽ ഞങ്ങൾ താഴുകയാണ്. ആ ക്രൂശിന്റെ മറവിൽ ഞങ്ങൾ മറയുകയാണ്. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് കർത്താവിന്റെ നാമം മാത്രം മഹത്വമെടുക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് എനിക്ക് ഒത്തിരി സന്തോഷത്തോടെ പറയാനുള്ളത് ഈ ആസാദി ടിവിയോടാണ് താങ്ക്സ് പറയാനുള്ളത്. കർത്താവിന്റെ ദാസനോടും ദാസിയോടും ഇതിന്റെ അണിയറ പ്രവർത്തകരോടും ഒക്കെ ഒത്തിരി താങ്ക്സ് പറയാനുണ്ട്. മറ്റൊന്നുമല്ല,
ഞാനത് തുടർമാനമായിട്ട് പുറകെ പറഞ്ഞോളാം അതിന്റെ ഡീറ്റെയിൽസ്. ഞങ്ങൾ കടന്നുപോയ ജീവിതത്തിലെ കഠിനമായ സാഹചര്യത്തിൽ തീർച്ചയായും ഫിന്നി പാസ്റ്ററും സിസ്റ്ററും ഒക്കെ കാനഡയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു ഇല്ലെന്ന് തോന്നുന്നു. US വന്ന് കാണും. പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ ഭവനത്തിലെ എപ്പോഴും ഒരു അതിഥിയായിരുന്നു. ദൈവവചനവും സാക്ഷ്യമായിട്ട് ഞങ്ങളെ ജീവിതത്തിലെ രോഗത്തിന്റെ അവസ്ഥയിലൊക്കെ ഒത്തിരി ബലപ്പെടുത്തിയ ഒരു ചാനലാണ്. കർത്താവിന് സകല മഹത്വം അർപ്പിക്കുകയാണ്. ഈ ചാനലിനെ ദൈവം ശക്തിയോടെ ഇനി ഉപയോഗിക്കട്ടെ. മൂന്നാമത്തെ കാര്യം, ഞങ്ങൾ കഴിഞ്ഞ ഡിസംബർ ജനുവരി നാട്ടിൽ വന്നപ്പോ പല മേഖലകളിൽ ശുശ്രൂഷിക്കാനൊക്കെ ദൈവം അവസരം ഒരുക്കി. അങ്ങനെ ഞങ്ങൾ പോയപ്പോ ഒത്തിരി ദേവദാസന്മാരുമായിട്ട് പരിചയപ്പെട്ടു. ഞങ്ങളെ പണ്ടേ അറിയുന്ന ദേവദാസന്മാർ സാക്ഷിയൊക്കെ കേട്ടപ്പോൾ പറഞ്ഞു, ആസാദി ടിവിയിലെ ഫിന്നി പാസ്റ്ററെ അറിയാം, നമ്പർ എനിക്ക് തന്നു, വിളിക്കണം, ഒരു സാക്ഷി അവിടെ പറയണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ നമ്പർ കിട്ടിയിട്ട് എനിക്ക് ഇപ്പൊ 7 മാസമായി. ഞങ്ങൾ വിളിച്ചില്ല. കാരണം എനിക്കറിയാം കർത്താവിന്റെ ഒരു സമയമുണ്ട്. ആ സമയത്ത് കർത്താവ് അത് തന്നെ തുറക്കും. അങ്ങനെയാണ് ആത്മീക ശുശ്രൂഷകൾ ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളത്. കർത്താവിന്റെ സമയത്ത് അത് തുറന്നാലേ ശരിയാകത്തുള്ളൂ. നമ്മൾ മാനുഷികമായത് ഇൻഫ്ലുവൻസ് ചെയ്ത് തുറക്കേണ്ട ആവശ്യമില്ലെന്നുള്ള ഒരു ബോധ്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോ കഴിഞ്ഞ ദിവസം ചില ആഴ്ചകൾക്ക് മുമ്പ് കർത്താവിന്റെ ദാസൻ ഫിന്നി പാസ്റ്റർ വിളിക്കുകയും പ്രിയ വർഗീസ് ബേബി പാസ്റ്റർ ഞങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് പറയാൻ ഇടയാകുകയും ചെയ്തു. കർത്താവിന്റെ ശ്രേഷ്ഠനായ ദൈവദാസനെയും ഞങ്ങൾ നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുകയാണ്. വർഗീസ് ബേബി പാസ്റ്ററിനെ ദൈവദാസനായിട്ട് തന്നിട്ടുള്ള നല്ല ആത്മീക ബന്ധത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം ഒരുക്കുന്ന എല്ലാ മുഖാന്തരക്കുമായി സ്തോത്രം ചെയ്യും. അപ്പോ ഞങ്ങളുടെ ബാല്യകാലത്തെ പറ്റി ഞങ്ങൾ പറഞ്ഞു. കോട്ടയംകാരാണെങ്കിലും വളർത്തപ്പെട്ടത് കേരളത്തിന്റെ വിവിധ മേഖലകളിലായിരുന്നു. അതിനകത്തെല്ലാം കർത്താവിന് വലിയ പദ്ധതികളുണ്ടെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് അതിരും കാലവും ഒക്കെ വെക്കുന്നത് കർത്താവാണല്ലോ. ഓരോ ദേശത്തിന്റെ അതിരുകളും നമ്മുടെ ജീവിതത്തിന്റെ ആഴ്ചവട്ടങ്ങളും എല്ലാം നിർണയിക്കുന്നത് കർത്താവാണ്. അതുപോലെ തന്നെ തികച്ചും ആത്മീക ഗോളത്തിന്റെ ഒരു ഫോക്കസിങ് പറയുമ്പം ഒരു ജാതീയ മേഖലയായ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഹിന്ദു സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളൊക്കെ ഇടതിങ്ങി പാർക്കുന്ന മലബാറിന്റെ മേഖലയിലുള്ള ഒരു ചേർച്ചിൽ വളർന്നു വരാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അത് തീർച്ചയായും എൻ്റെ ആത്മീക ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമായിരുന്നു. മറ്റൊന്നുമല്ല, ഞായറാഴ്ച ഫിന്നി പാസ്റ്റർ അവിടെ ഉച്ചയ്ക്ക് ഞങ്ങൾ 10 പഞ്ചായത്തിൽ നിന്നുള്ള ആൾക്കാരാ കൂടി വരുന്നത് ഒരു ചേർച്ചില്. അന്ന് ഇതുപോലെ എല്ലാവർക്കും വണ്ടിയും വാഹനവും ഒന്നും ഇല്ല. എല്ലാവരും 1ഉം 2ഉം ബസ്സൊക്കെ കയറി ദൂരെ നിന്ന് വരുന്ന ആൾക്കാരാണ്. വെളുപ്പിനെ ഇറങ്ങിയാലേ ചർച്ചിലെത്തുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഒരു ആരാധന കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു ലഘുഭക്ഷണമുണ്ട്. അത് കഞ്ഞിയും ചെറുപയറും അച്ചാറും ഒക്കെ ആയിട്ട് അത്രയും ടേസ്റ്റുള്ള ഒരു ഫുഡ് അതിനുശേഷം എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ, നമ്മൾ ഹോട്ടൽസ് വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ആ ടേസ്റ്റ്, കാരണം ബാലനായിട്ടിരിക്കുമ്പോൾ ഉള്ള ആ വിശപ്പൊക്കെ ദേവദാസന്മാരുടെ പ്രസംഗം കഴിഞ്ഞ് ആശീർവാദം പറയാൻ നോക്കിയിരിക്കുക. അപ്പോൾ അത്രയും വിശന്ന് ചിലപ്പോൾ 2 മണി വരെയൊക്കെ അന്നത്തെയൊക്കെ ആരാധനകളല്ലേ. ഇന്നത്തെ പോലെ ക്ലോക്ക് നോക്കി നിർത്തുന്ന പരിപാടിയൊന്നുമില്ല. ആത്മാവിൽ ദൈവാത്മാവ് കൊണ്ടുപോകുന്ന രീതിയിൽ കർത്താവിന്റെ ദാസന്മാരെ കൊണ്ടുപോകല്ലേ. അപ്പോ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങളെ നേരെ വീട്ടിലോട്ടല്ല ഞങ്ങളുടെ മാതാപിതാക്കൾ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ചേർച്ച് കൊണ്ടുപോകുന്നത്. ആ ഒരു ലഘുഭക്ഷണം അവിടെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ വയലിലേക്ക് കൊണ്ടുപോകുക. അവിടുത്തെ മുസ്ലിങ്ങളുടെയും ഹിന്ദു സഹോദരങ്ങളുടെയൊക്കെ ഇടയിൽ പോയിട്ട് അന്നത്തെ ശ്രീ യേശു, തമ്പിയുടെ ഹൃദയം, ഇങ്ങനെയുള്ള ലഘുലകളൊക്കെ ആയിട്ട് പോയി ഓരോരുത്തരോടും സുവിശേഷം പറയാൻ ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. ഈ രണ്ട് പേരെ വിടും. കർത്താവിന്റെ ശിഷ്യന്മാരെ വിട്ടതുപോലെ എന്റെ കൂടെ ഒരു എൽഡർ കാണും, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ എന്നെ വിടും. അങ്ങനെ 2 ജോഡികളായിട്ട് ഇങ്ങനെ വിടും. എന്നിട്ട് മിക്കവാറും ഞങ്ങള് ശനി ഞായറിലൊക്കെ ക്യാമ്പുകൾ നടത്തും. സ്കൂളുകൾ എടുത്തിട്ട് ക്യാമ്പ് നടത്തും. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള ഒരു ശക്തമായ ഒരു അടിസ്ഥാനം സുവിശേഷ പ്രവർത്തനത്തിന്റെ മേഖലയിൽ കർത്താവിന് തരുവാൻ കരുണ തോന്നും. ആമേൻ. രാജിയുടെ കാര്യം പറയുവാണെങ്കിലും അവരുടെ ജീവിതത്തിൽ പിതാവ് ജോലി കഴിഞ്ഞുള്ള സമയം മുഴുവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വെളുപ്പിന് 5 മണിക്കൊക്കെ വണ്ടിയെ മൈക്ക് വെച്ച് കെട്ടി ഇങ്ങനെ ദേശങ്ങളിലൂടെയൊക്കെ വിളിച്ചു പറയുന്ന നല്ലൊരു സുവിശേഷകനായ ദേവദാസൻ. പക്ഷെ നിത്യതയിൽ ചേർക്കപ്പെട്ടു ചില വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ 2 പേർക്കും വ്യത്യസ്ത സാഹചര്യങ്ങളാണെങ്കിലും പല മേഖലകളിലും കർത്താവ് ഞങ്ങളെ മുന്നമേ കണ്ടു. കർത്താവിന്റെ സമയത്ത് ഞങ്ങളെ കൂട്ടിച്ചേർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ആ ഒരു ബാല്യം കഴിഞ്ഞ് കൗമാരം കയറി അങ്ങോട്ട് ആ ഒരു മേഖലയിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടി.
പെട്ടെന്ന് ജോലി കിട്ടിയ മറ്റെവിടെയല്ല, ആ, ഇന്ത്യൻ നേവിയിൽ നല്ലൊരു പൊസിഷനിൽ ജോലി കിട്ടി. അങ്ങനെ ആ ഒരു മേഖലയിലോട്ട് അങ്ങ് പോകേണ്ടി വന്നു. അങ്ങനെ പോയപ്പോ തീർച്ചയായും സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ആത്മീക ജീവിതത്തിലെ തളർച്ചകൾ, ക്ഷീണങ്ങൾ എന്ന് വെച്ചാൽ ഷിപ്പ് ലൈഫ്, കഠിനമേറിയ ട്രെയിനിങ് പീരീഡുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി ആത്മീകമായി ക്ഷീണിപ്പിച്ചു കളഞ്ഞു. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. എവിടെയൊക്കെയോ മരണത്തിൽ നിന്ന് പലവട്ടം ദൈവം എന്നെ വിടുവിച്ചിട്ടുണ്ട്. പാസ്റ്റർ അറിയായിരിക്കും, ബോംബെയിലായതുകൊണ്ട് അവിടുത്തെ എയർക്രാഫ്റ്റ് കാരിയർ INS വിരാടിലൊക്കെ ജോലി ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടിയായിരുന്നു. അപ്പം എയർക്രാഫ്റ്റ്സ് ഒക്കെ ലാൻഡ് ചെയ്യുന്ന ആ കരിയറിൽ ഒരു പ്രാവശ്യം പാസ്റ്ററെ നേരെ നമ്മൾ ലാൻഡ് ചെയ്യുന്ന അത് നമ്മുടെ തൊട്ട് മുമ്പിൽ ഒരു 10 meters ഡിഫറൻസേ ഉള്ളൂ, ഒരു ഹെലികോപ്റ്റർ വന്ന് ക്രാഷ് ആകാം. അതിന്റെ തൊട്ടടുത്ത് ഞാൻ നിൽക്കുക, സിഗ്നലിങ്ങിന് വേണ്ടി നിൽക്കുക. അപ്പം അത് തീർച്ചയായും ഒരു മരണമായിരുന്നു. പക്ഷെ ദൈവം അതിൽ നിന്ന് വിടുവിച്ചു. അങ്ങനെ എത്രയോ ആക്സിഡന്റുകൾ. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം, നമ്മളെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ എത്ര മരണപാശങ്ങൾ ചുറ്റിയാലും അവൻ അത് അഴിച്ചു മാറ്റും. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് അങ്ങനെ നല്ലൊരു ട്രെയിനിങ്, ഈ ലോകത്തിന്റെ ഭടനാക്കിയ ഒരു ട്രെയിനിങ് എനിക്ക് തന്നു. അപ്പൊ എവിടെ പോയി ജീവിക്കാനും ഒരു പരിശീലനം ദൈവം തന്നു. ആ കാലഘട്ടത്തിൽ ഏറ്റവും കഠിനമാണെന്ന് തോന്നിയ സമയത്താണെങ്കിൽ അതിനകത്തൊക്കെ ദൈവത്തിന് പദ്ധതികൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സങ്കീർത്തനങ്ങളിൽ പറയുന്നത് പോലെ അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ. അങ്ങനെ ദൈവം വീണ്ടും ജീവിതത്തിലോട്ടൊക്കെ മടക്കി കൊണ്ടുവന്ന് ആത്മീക ജീവിതത്തിലോട്ട് ശക്തമായി പല ദൈവദാസന്മാരിലൂടെ ഇടപെട്ട് മടക്കി കൊണ്ടുവന്ന ഒരു വ്യക്തിഗതമാണ് ഞാൻ. അല്ലാതെ ഒരൊറ്റ സ്കെയിലിൽ ഇങ്ങനെ ആ ഒരു ബൂം അപ്പ് ട്രാക്കിലൂടെ ഇങ്ങനെ കയറിപ്പോയി ആ രീതിയിൽ വന്ന ആളല്ല. കർത്താവിന് ഞാൻ സകല മഹത്വം അർപ്പിക്കുകയാണ്. പക്ഷെ ഇതിനകത്ത് എനിക്കൊരു സാക്ഷ്യം പറയാനുള്ളത്, നമ്മൾ എത്ര അകലെയാണെങ്കിലും എത്ര ക്ഷീണിച്ചെന്ന് തോന്നിയാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പിതാവും മാതാവും അങ്ങ് എവിടെയോ കേരളത്തിൽ ഏതോ ഒരു ഗ്രാമത്തിൽ ഇരുന്ന് പ്രാർത്ഥനപ്പായിൽ ഇരുന്ന് കരയുന്നുണ്ടെങ്കിൽ എത്ര അത് ഞങ്ങളെ ശ്രമിക്കുന്ന, കേൾക്കുന്ന, കാണുന്ന മാതാപിതാക്കളോടുള്ള ഒരു ബലത്തിന്റെ വാർത്തയാണ്. മറ്റൊന്നുമല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളിൽ നിന്ന് എത്ര അകലെയാണെങ്കിലും ഒരുപക്ഷെ ആത്മീയമായി ഇപ്പോൾ അല്പം ക്ഷീണിച്ച അവസ്ഥയിലൊക്കെ ആണെങ്കിലും അവരെ മടക്കി കൊണ്ടുവരുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്തുള്ള കണ്ണുനീരിന് വലിയ ശക്തിയുണ്ട്. ആമേൻ. നിങ്ങൾക്കൊരു പക്ഷെ അവരെ റീച്ച് ചെയ്യാൻ പാടായിരിക്കും, നിങ്ങൾ ഇന്ന് ഒത്തിരി അകലെയായിരിക്കും, പക്ഷെ നിങ്ങളുടെ കണ്ണുനീരിന് ഒത്തിരി ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സമയത്ത് അവരെ മടക്കി കൊണ്ടുവന്നിരിക്കും. അത് കർത്താവിന്റെ ഒരു കരുണയാണ്, വാഗ്ദത്വമാണ്. ആമേൻ. തലമുറ തലമുറയായി സങ്കേതമായി വെളിപ്പെടുന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾ, ആമേൻ, ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ കൗമാരപ്രായത്തിന് ശേഷം പിന്നെ മാരേജിന്റെ ഒക്കെ സമയമായി. ഞങ്ങളുടെ കല്യാണം ഒരു അത്ഭുതമാണ് പാസ്റ്ററെ. ഞങ്ങളുടെ കല്യാണത്തിന്റെ ഡേറ്റ് കേട്ടപ്പം പാസ്റ്ററും സിസ്റ്ററും ചിരിക്കും. മറ്റൊന്നുമല്ല, സുനാമിയുടെ അന്നായിരുന്നു. 2004 December 27. നേരത്തെ മുൻകൂട്ടി എല്ലാം ആലോചിച്ച് വെച്ചതിനനുസരിച്ച്. അപ്പൊ ഞങ്ങള് കോഴിക്കോടാണ്, ഞാനും ഫാമിലി ഉള്ളത്. രാജി കോട്ടയത്ത് നിന്ന് വരികയാണ് കല്യാണത്തിന്. അവിടെ ഈ പറഞ്ഞ പോലെ എന്റെ പിതാവ് മാതാവ് ഒത്തിരി വർഷങ്ങളായി അവിടെ ഇങ്ങനെ അധ്യാപന വൃത്തി ജോലിയൊക്കെ ചെയ്ത് ഉള്ളതുകൊണ്ട് ഒത്തിരി സോഷ്യൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. അങ്ങനെ 10,000-2,500 പേരെ വിളിച്ചിരിക്കുക കല്യാണത്തിന്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുമ്പോൾ തലേ ദിവസം അവിടുന്ന് വന്നുകൊണ്ടിരിക്കുക, കോട്ടയത്ത് നിന്ന് രാജിയും ഫാമിലിയൊക്കെ വന്നുകൊണ്ടിരിക്കുക. രാജി എന്നെ വിളിച്ചിട്ട് പറയാ, തൃശ്ശൂരായപ്പോ അങ്ങോട്ട് വരാൻ ഒരു രക്ഷയില്ല, സുനാമിയുടെ ഭയങ്കര കോളിളക്കം നടക്കുക, റോഡൊക്കെ ബ്ലോക്ക്, വിഷയങ്ങൾ, ആകെ ആ ഭീതി നിറഞ്ഞ അന്തരീക്ഷമാണ്. ഞാൻ പറഞ്ഞു, ഇനി തിരിച്ചു പോയാ എന്തോ ഇവിടെ ചെയ്യുന്ന, ഇത്രയും ആൾക്കാരെ ഞങ്ങൾ ക്ഷണിച്ചിട്ടിരിക്കുകയല്ലേ കല്യാണത്തിന്. സ്തോത്രം. ഞാൻ അങ്ങനെയല്ല പറഞ്ഞ, സത്യം പറഞ്ഞാൽ ഓൺലൈനിൽ പറയണോന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, ഇനി തിരിച്ചു പോയാൽ ഞങ്ങൾ ഓടിച്ചിട്ട് തിരിച്ചു വിളിച്ചുകൊണ്ട് വരുമെന്നാ പറഞ്ഞു. അങ്ങനെയല്ലായിരുന്നു പറഞ്ഞു. അപ്പം കാരണം കല്യാണം കഴിച്ചേ പറ്റുള്ളൂ. അത്രയും പേരെ ക്ഷണിച്ചിട്ട് നമ്മൾ ഇരിക്കുകയല്ലേ, എല്ലാ സെറ്റപ്പുമായിട്ട് ഇരിക്കുക. എന്തായാലും ദൈവം അത്ഭുതം പ്രവർത്തിച്ച് അവർക്ക് വീണ്ടും തുടർമാനമായി യാത്ര ചെയ്ത് സന്തോഷത്തോടെ എത്തിച്ചേരാനും പിറ്റേ ദിവസം
ദൈവദാസന്മാര്, ദൈവസഭ അത് വളരെ മനോഹരമായ രീതിയിൽ ആ പ്രതികൂലത്തിന് നടുവിൽ നടത്തിത്തരാനും ദൈവം ഇടയാക്കി. കർത്താവിന്റെ കരുണയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കല്യാണത്തിന് ശേഷം ഞങ്ങൾ അപ്പോഴത്തേക്ക് എറണാകുളത്തേക്ക് എനിക്ക് ട്രാൻസ്ഫർ ആയിരുന്നു. ഞങ്ങൾ എറണാകുളത്തെ ഒരു ചേർച്ചിൽ, നമ്മുടെ വളഞ്ഞമ്പൽ IPC, ആ ചേർച്ചിൽ ഇങ്ങനെ കുടിവരവും കാര്യങ്ങളായിട്ടൊക്കെ മുൻപോട്ട് നീങ്ങുമ്പോൾ ആദ്യത്തെ ഒരു 2 വർഷത്തിനുള്ളിൽ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ദൈവം ദാനമായി തന്നു. മോനിപ്പോ 18 വയസ്സുണ്ട്. അവൻ യൂണിവേഴ്സിറ്റിയിലോട്ട് ഇവിടെ കയറുന്നു. അപ്പൊ ആ കുഞ്ഞുണ്ടായതിനു ശേഷം ചില 1-2 വർഷത്തിനുള്ളിൽ വീണ്ടും അടുത്ത ഒരു തലമുറ ഉണ്ടാവണമെന്നൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു. അപ്പം പക്ഷേ 2 വർഷമായി, 3 വർഷമായി, 4 വർഷമായി. പിന്നെ മെഡിക്കൽ സയൻസിനെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു സ്ഥിതി വന്നു. മെഡിക്കൽ സയൻസ് പറഞ്ഞു, നൗ ഇറ്റ്സ് വെരി ഹാർഡ്, ഇച്ചിരി വിഷയങ്ങളാണ്, അപ്പം ഇനി ഉണ്ടാകാൻ ചാൻസ് വളരെ വളരെ കുറവാന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ആ നേവിയുടെ ടെന്യൂറൊക്കെ കഴിഞ്ഞ് 15 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ നേവിയിൽ നിന്ന് റിട്ടയർഡ് ആയി. ബാംഗ്ലൂർ പോകുന്നു. ബാംഗ്ലൂർ അടുത്ത് ഒരു നല്ല ജോലിക്കുള്ള വഴി ദൈവം ഒരുക്കുന്നു. അവിടെ ആ ക്രൈസ്റ്റ് കോളേജ് നല്ലൊരു ജോലി എനിക്ക് ദൈവം തരുന്നു. അതിനോടനുബന്ധിച്ച് ഒത്തിരി യൗവനക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും കർത്താവിന്റെ സ്നേഹം പങ്കുവെക്കുവാനും, അവിടെ സത്യം പറഞ്ഞ മിനിസ്ട്രിയുടെ ഒരു സ്റ്റാർട്ടിങ് അവിടെയാണ് സംഭവിക്കുന്നത്. വീട്ടിൽ ചെറിയൊരു പ്രയർസലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ രീതിയിൽ മുൻപോട്ട് സന്തോഷമായിട്ട് നീങ്ങാൻ. ആ സമയത്താണ് ഈ കനേഡിയൻ PR-ന് ഞങ്ങൾ അപ്ലൈ ചെയ്തു. വലിയ ആഗ്രഹമൊന്നുമില്ല. ബാംഗ്ലൂർ വളരെ സന്തോഷമായിരുന്നു. സത്യം പറഞ്ഞാൽ ബാംഗ്ലൂർ എത്തുന്നതിന് മുമ്പ്, നേവിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെയാണ് ഈ കനേഡിയൻ PR-ന് അപ്ലൈ ചെയ്ത് വിത്തിൻ ഫ്യൂ മന്ത്സ് ആ ട്രാവൽ ഏജൻസി വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ഫയൽ റിജക്റ്റ് ആയി. എനിക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷം. കാരണം ബാംഗ്ലൂർ ഞങ്ങൾ നല്ല സെറ്റിലായി. ആ രീതിയിൽ എല്ലാവരും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഒക്കെ സന്തോഷം. അങ്ങനെ മുമ്പോട്ട് നീങ്ങുമ്പോഴാണ് പെട്ടെന്ന് ചില മാസങ്ങൾക്ക് ശേഷം വീണ്ടും വിളിച്ചു പറയാണ്, നിങ്ങളുടെ റിജക്റ്റ് ആയ PR വീണ്ടും അവർ ആക്സെപ്റ്റ് ചെയ്തു. ഞങ്ങൾ അതിന്റെ പുറകെ ഒന്നും പോയിട്ടില്ല. പാസ്റ്റർ സത്യം പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ട് പോലും ഇല്ല. കാരണം ഒന്നാമത് നാട് വിട്ടു പോകാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ്. പാരന്റ്സിനെ ബാംഗ്ലൂർ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോവാം, ഇങ്ങോട്ട് വരാം, അങ്ങോട്ട് പോവാം, കാണാം, എപ്പോഴും കാണാം എന്നൊക്കെയുള്ള ഒരു വലിയ സന്തോഷം. ഞാൻ പറഞ്ഞു വരുന്നത്, അത് വർക്കൗട്ടായി. ഒരു 2 ഇയേഴ്സ് ക്രൈസ്റ്റ് വർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ കാനഡയ്ക്ക് പോരുവാണ്. കാനഡയ്ക്ക് പോരുമ്പോൾ അത്രയും നല്ല ജോലിയും എല്ലാം വിട്ടിട്ട് കാനഡയ്ക്ക് പോരുമ്പോൾ ഞങ്ങൾ നവംബർ 1-ാം തീയതി ഫസ്റ്റ് ഇവിടെ കാൽഗറി എയർപോർട്ടിലോട്ട് ഓവർഹെഡ് അപ്രോച്ച് ചെയ്യുക ഞങ്ങൾ വരുന്ന എയർക്രാഫ്റ്റ്. അപ്പൊ നവംബർ എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് അറിയാം, നവംബർ ഡിസംബർ പീക്ക് വിന്റർ ടൈമാണ്. അപ്പം താഴോട്ട് നോക്കുമ്പം മൊത്തം വെള്ളയാണ്, മേളിൽ നോക്കുമ്പോൾ ആകാശവും വെള്ളയാണ്. ഞാൻ രാജിയോട് ചോദിച്ചു, രാജി ഇതിനകത്ത് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നു? ഇത്രയും നല്ലൊരു സാഹചര്യമൊക്കെ വിട്ട്, കുഴപ്പമില്ലാത്ത സാഹചര്യമൊക്കെ വിട്ടിട്ട് നമ്മളെ എന്തിനാ കർത്താവ് ഇങ്ങനെ ഇതിനകത്തോട്ട് കൊണ്ടുവരുന്നു? പക്ഷെ അതിന്റെ മറുപടി ഞങ്ങൾക്ക് കർത്താവ് ഇവിടെ വന്നതിന് ശേഷം ഓരോന്നായിട്ട് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമായിരുന്നു പാസ്റ്റർ. അതിനകത്ത് ഒന്നാമത്തെ കാര്യം തീർച്ചയായും സ്പിരിച്വൽ റിലമാണ്. ഞാനെപ്പോഴും ഇങ്ങനെ പറയും, മരുഭൂമി കൊണ്ടുപോയി പണിയേണ്ടവനെ മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് പണിയുന്ന ഒരു ദൈവമുണ്ട്. മരുഭൂമി കൊണ്ടുപോയി ഒരുപക്ഷെ എന്നെ ഇട്ട ഞാൻ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് തിരിച്ച് നാട്ടിൽ പോകും ദൈവത്തിന് അറിയാം. അത് കാരണം ഒരു 24-30 അവേഴ്സ് ലോങ് ഇത്രയും സ്ട്രെച്ച് ചെയ്യിച്ചിട്ട് എന്നെ ഈ മഞ്ഞിനകത്തിട്ട് കൊണ്ടുവന്ന് പണിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. സ്തോത്രം. അപ്പൊ ആരെങ്കിലും ഒക്കെ ഇന്ന് പകൽ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, എവിടെയൊക്കെയോ മരുഭൂമിയുടെ അവസ്ഥയിലോ എവിടെയൊക്കെയോ മഞ്ഞത്ത് മടുത്തിരിക്കുന്ന അവസ്ഥയിലോ ഒക്കെ ഏതൊക്കെയോ രാജ്യങ്ങളിൽ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, ആദ്യമേ ഒരു മെസ്സേജ് ഞാൻ കൈമാറട്ടെ. അതിനകത്ത് പ്ലീസ് ഹോൾഡ് ഓൺ. അതിനകത്ത് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. സകലതും മരവിച്ചു പോയെന്ന് നമുക്ക് തോന്നുമ്പോൾ, സകലതും ഇതിനകത്ത് എനിക്ക് ഇനി ഒരു നന്മയില്ലെന്ന് തോന്നുമ്പോൾ, അതിനകത്തൊക്കെ എവിടെയൊക്കെയോ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ദൈവത്തിന്റെ വലിയ പദ്ധതികൾ നമ്മളെക്കുറിച്ച് ദൈവത്തിനുണ്ട്. കാരണം നമ്മുടെ അപ്പച്ചൻ സകലതും അറിയുന്ന ദൈവമാണ്. അവൻ വിശ്വസ്തനായ ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിനെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഭൗതിക മേഖലയിലോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി, ഞാൻ എപ്പോഴും പറയും, ഒരു അബിഗേൽ കുഞ്ഞിനെ ദൈവം ഈ മഞ്ഞിനകത്ത് ഒളിപ്പിച്ചു വെച്ചായിരുന്നു. സ്തോത്രം. വൈദ്യശാസ്ത്രം നോ പറഞ്ഞായിരുന്നു. അത് പക്ഷേ ഞങ്ങള് ഇവിടെ വന്നതിന് ശേഷം ചില വർഷങ്ങൾക്കുള്ളിൽ കർത്താവ് ജോലിയൊക്കെ തന്നു.
അതിനോടുകൂടെ നല്ലൊരു ചേർച്ച് തന്നു. അങ്ങനെ എല്ലാ രീതിയിലും മുൻപോട്ട് കുഴപ്പമില്ലാതെ നീങ്ങി തുടങ്ങി. വന്ന സമയത്തുള്ള ഒത്തിരി സ്ട്രഗിളിങ്ങും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോ ഒരു വലിയ ഭാരം ഹൃദയത്തിൽ. കുറച്ചു ദിവസം ദൈവാത്മാവ് ഇങ്ങനെ സംസാരിക്കുകയാണ്, വളരെ സീക്രട്ട് ആയിട്ട് ഫാസ്റ്റിംഗ് ഇരിക്കും, രഹസ്യ ഉപവാസം, അങ്ങനെ ഒരു ചിന്ത. അപ്പൊ ഞാൻ രാജിയോട് അത് ഷെയർ ചെയ്തു. രാജി മടിയില്ലാതെ ഞങ്ങൾ രണ്ടുപേരും ഭവനത്തിൽ, സത്യം പറഞ്ഞ ചേർച്ചിൽ പോലും പറയാതെ ഒറ്റയ്ക്കിരിക്കുക, ഞങ്ങൾ മാത്രം, ആരോടും പറയാതെ. തീർച്ചയായും ഞങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഒരു കുഞ്ഞും കൂടി ഉണ്ടാകാനൊക്കെ ദൈവസഭയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും ചോദിക്കും, മോൻ ഇത്രയും പ്രായമായില്ലേ, അവൻ അപ്പോഴത്തേക്ക് ഗ്രേഡ് 6-ലായി, ഒരു കുഞ്ഞും കൂടി ഒക്കെ വേണ്ടേ എന്നൊക്കെ എല്ലാവരും ക്ലോസ് ആയിട്ടുള്ളവരൊക്കെ ചോദിക്കും. അപ്പൊ ഞങ്ങള് യഹോവയിലെ ഒരു ഉത്തരം പറഞ്ഞ് ആ രീതി മുമ്പോട്ട് പോവാണ്. അങ്ങനെയാണ്, ആ സമയത്താണ് ഇങ്ങനെ ഒരു ഭാരം. പക്ഷേ അന്ന് വാട്സപ്പ് ഒന്നും ഒത്തിരി ഇല്ല, ആ ഒരു മീഡിയാസ് ഒന്നും അത്ര അങ്ങോട്ട് എക്സ്പ്ലോർ ആയിട്ടില്ലല്ലോ. അപ്പൊ ഞങ്ങള് ഫാസ്റ്റിംഗ് ഇരുന്ന് രാവിലെ ഒരു പാട്ടൊക്കെ പാടി ഈ ലാപ്ടോപ്പ് തുറന്ന് ഒരു മെസ്സേജ് കേൾക്കാൻ വേണ്ടി ലാപ്ടോപ്പ് തുറക്കുക, താഴെ ഒരു പായൊക്കെ ഇട്ട് ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട്. അന്നേരമാണ് ഈ സ്കൈപ്പ് കോൾ, ലാപ്ടോപ്പ് ഓൺ ചെയ്താലേ നമുക്കന്ന് സ്കൈപ്പ് കണക്ട് ആകത്തുള്ളൂ. ഒത്തിരി നാളുകൾക്ക് ശേഷം അബുദാബിയിലുള്ള ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ, അദ്ദേഹവും ജോലിയോടനുബന്ധിച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ദേവദാസൻ, അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഒത്തിരി നാളായല്ലോ സംസാരിച്ചിട്ട്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ കുറച്ച് ദിവസം ഫാസ്റ്റിംഗ് ഇരിക്കുകയാണ്. അപ്പം പറഞ്ഞു, ഇവിടെ ഒരു ദേവദാസൻ വന്നിട്ടുണ്ട്, എന്റെ വീട്ടിലാ താമസിക്കുന്നത്, പക്ഷെ ഇപ്പം അദ്ദേഹം വേറൊരു ചേർച്ചിൽ പോയിരിക്കുകയാണ്, വരാനുള്ള സമയമായി, അവരിപ്പം ഡ്രോപ്പ് ഓഫ് ചെയ്യും, അദ്ദേഹം വന്നോ ഒന്ന് പ്രാർത്ഥിക്കാം, നിങ്ങൾ ഫാസ്റ്റിംഗ് ഇരിക്കുകയല്ലേ, ഒന്ന് പ്രാർത്ഥിപ്പിക്കാന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് ഞങ്ങൾ അല്പസമയം അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ദേവദാസൻ കയറി വന്നു. പിന്നെ പക്ഷേ ഈ ചെറുപ്പം തൊട്ട് നമ്മള് ഈ ആത്മീയ ഗോളത്തിൽ പെന്തക്കോസ്തിൽ വളർന്നു വന്നതിന്റെ ആ ഒരു ചില കാര്യങ്ങളുണ്ടല്ലോ, നമ്മള് പലപ്പോഴും പ്രവാചകന്മാരെ ഒരു സംശയദൃഷ്ടിയോടെ കാണുന്ന അവസ്ഥകളൊക്കെ ഉണ്ടല്ലോ. എന്നാൽ അന്ന് ആ ദേവദാസൻ ഞങ്ങളെ കാണുകയും ഇങ്ങോട്ടൊന്നും ചോദിച്ചില്ല, എന്തിനാണ് നിങ്ങൾ ഫാസ്റ്റിംഗ് ഇരിക്കുന്നതെന്ന് ഒന്നും ചോദിച്ചില്ല, കൈ ചൂണ്ടി ഞങ്ങൾക്ക് നേരെ കുറെ പ്രോഫറ്റിക്കൽ റിലീസ്. ലിറ്ററലി ആ സമയത്ത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ശരീരത്തിൽ അത് അടയാളത്തോടുകൂടെ ആ അധികാരത്തിന്റെ പ്രാർത്ഥന വെളിപ്പെടുകയാ ദേവദാസൻ. സ്തോത്രം, ആമേൻ. അപ്പോ അതിനകത്തും ദൈവം ഒരു കാര്യം ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. ഈ ദൈവാത്മാവിന് നമ്മളോട് പ്രവചനാത്മാവി സംസാരിക്കാനുണ്ടെങ്കിൽ അതിങ്ങോട്ട് വന്നിരിക്കും, അതിനെ തടസ്സം നിൽക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. സ്തോത്രം. ഒരു ലാസറിനെ ഉയർപ്പിക്കാൻ ദൈവത്തിനുണ്ടെങ്കിൽ അത് എത്ര വലിയ കല്ലെടുത്ത് വെച്ചാലും, എത്ര മുദ്രയിട്ടാലും, എത്ര തടയിടാൻ നോക്കിയാലും, അതിന്റെ പുറത്തുനിന്ന് ലാസറെ പുറത്തു വരിക എന്നുള്ള ആ റിലേ, ആ റേമയെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. സ്തോത്രം. അപ്പോ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനത്തോട് പറയാനുള്ളത്, പ്രവാചകന്മാരുടെ പുറകെ നമ്മൾ പോകണ്ട. നിങ്ങളോട് പ്രവചനത്തിന്റെ ദൂതുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്തോട്ട് ഒന്നുകിൽ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ദൈവദാസന്മാരെ അയച്ചു ദൈവം അത് സംസാരിച്ചിരിക്കും. ഇന്നും പ്രവചന ദൂതുകൾ സത്യമാണ്, അത് നിന്നുപോയിട്ടില്ല. സ്തോത്രം. കർത്താവിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് ഉപയോഗിക്കപ്പെടുന്ന അനേക ദൈവദാസന്മാരുണ്ട്. അപ്പൊ ആ സംഭവം നടന്ന് വിതിൻ 1 year ആണ് അബിഗേൽ കുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് തരുന്നത്. സ്തോത്രം. അബിഗേലിനെ രാജി പ്രസവിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് ഇവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു, ഒരു പ്രൊസീജിയർ ചെയ്യണം, കുഞ്ഞിന്റെ തല ഇതുവരെ താഴോട്ട് വന്നിട്ട് ബ്രഞ്ചിലാണ് കിടക്കുന്നത്, അത് തിരിക്കണം, എക്സ്റ്റേണലായിട്ട് അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്, അത് തിരിക്കണമെന്ന്. അതൊരു ആഫ്രിക്കൻ ഡോക്ടറായിരുന്നു അത് പറഞ്ഞു, ഒരു ലേഡി ഡോക്ടർ. അപ്പൊ അന്നേരെ ദൈവാത്മാവ് ഹൃദയത്തിൽ എനിക്കൊരു ബലം തന്നു. ഞങ്ങൾ ഒരുമിച്ചത് പറഞ്ഞു, വി സെർവ് എ ലിവിങ് ഗോഡ്, വി വർഷിപ്പ് എ ലിവിങ് ഗോഡ്. ആ ദൈവമാണ് ഞങ്ങൾക്ക് 11 വർഷത്തിന് ശേഷം ഈ കുഞ്ഞിനെ തന്ന്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഞങ്ങളുടെ ദൈവം വരുത്തത്തില്ല. കർത്താവ് അത് നന്നായിട്ട് ഞങ്ങൾക്ക് സമയത്ത് ചെയ്തു തരുമെന്ന് ഒരു ഫെയ്ത്ത് ഡിക്ലെയർ ചെയ്യാൻ ഒരു കൃപ അവിടെ തന്നു, ദൈവത്തിന്റെ കൃപയൊന്നു മാത്രം. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു, ഇല്ല, ഇനി എനിക്കത് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ നിങ്ങളെ സെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു ഈ പ്രൊസീജിയറിന് വേണ്ടി. അപ്പോ ഞങ്ങളെ ആ
ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി പ്രൊസീജിയറിന് വേണ്ടി രാജി എടുക്കുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ചു. ദൈവമേ, നിന്റെ അത്ഭുത പ്രവൃത്തി, നിന്റെ മകൾ ഇതിനകത്ത് ഒത്തിരി വേദനിക്കാൻ ഇടയാകാതെ നിന്റെ ഒരു അത്ഭുത പ്രവൃത്തി ഇതിനകത്ത് സകലത്തെയും ഭൂമിയെ അച്ചുതണ്ടി തിരിക്കാൻ റാണിയുള്ള ദൈവത്തിന്റെ കരം ഈ കുഞ്ഞിനെ റൈറ്റ് പൊസിഷനിലോട്ട് കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവര് പ്രൊസീജിയറിന് വേണ്ടി കൊണ്ടുപോയി ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോ ഫസ്റ്റ് കുഞ്ഞ് നോർമൽ പൊസിഷനിലോട്ട്. ആ ഡോക്ടർ അത്ഭുതപ്പെടുകയാണ്. ആ ആഫ്രിക്കൻ ഡോക്ടർ തന്നെ അന്ന് അവിടെ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയില് ആ ഡോക്ടർ അത്ഭുതപ്പെട്ട് പറഞ്ഞു, യുവർ ഗോഡ് ഈസ് എ ലിവിങ് ഗോഡ്. ആമേൻ. ആ സഹോദരിയോട് കർത്താവിനെ പറ്റി പറയാൻ ദൈവം കൃപ തന്നു. കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇങ്ങനെ ഓരോ അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ കർത്താവ് ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതം ഞങ്ങൾക്ക് തന്നു. അങ്ങനെ വീണ്ടും ആ ഫാസ്റ്റിങ്ങിനിടയിലുള്ള ഒരു അത്ഭുതം കൂടെ ഞങ്ങൾ പറഞ്ഞോട്ടെ. അത്ഭുതം എന്ന് വെച്ചാൽ അതൊരു വലിയ അനുഗ്രഹമാണ്. മോന് ഗ്രേഡ് 6 പഠിക്കുമ്പോൾ അന്ന് ഞങ്ങൾ 7 days ഫാസ്റ്റിംഗ് ഇരിക്കുകയാണ്. അപ്പോ ഈ അബിഗേൽ കുഞ്ഞിനെ പറ്റിയിട്ടുള്ള റിലേ ഒക്കെ സംഭവിക്കുന്നത് 3rd day ആണെന്ന് തോന്നുന്നു. 5th day എന്റെ മോൻ പറഞ്ഞു, അവന്റെ സ്കൂൾ തൊട്ടടുത്ത, അപ്പൊ അന്ന് ഞാൻ സ്കൂളിൽ പോണില്ല. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി മോനെ? അവൻ പറഞ്ഞു, എനിക്ക് പപ്പയും അമ്മയും ആരാധിക്കുന്നത് പോലെ ആത്മാവിൽ നിറഞ്ഞ് കർത്താവിനെ ആരാധിക്കണം, എനിക്ക് അന്യഭാഷ വേണം. അവന്റെ കുഞ്ഞു മനസ്സിൽ ഞാനൊന്നും ഫോഴ്സ് ചെയ്തിട്ടില്ല. അവൻ എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, അങ്ങനെ കുഞ്ഞിന് ദൈവാത്മാവ് ഹൃദയത്തിൽ ഒരു ഭാരം തന്നിട്ടുണ്ട്, വൈ നോട്ട് ടേക്ക് ഓഫ് ഫ്രം സ്കൂൾ ആൻഡ് സിറ്റ് അലോങ് വിത്ത് us. ഞങ്ങളുടെ കൂടെ നടുക്കിരുന്ന ആൾ. ഫസ്റ്റ് രാവിലെ ഞങ്ങൾ പ്രാർത്ഥനയിൽ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോ ദൈവാത്മാവ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ആക്സ് 2 ഇങ്ങനെ കാണിക്കുക. അപ്പോ എനിക്ക് മനസ്സിലായി ആക്സ് 2 എക്സ്പ്ലെയിൻ ചെയ്ത് ഈ കുഞ്ഞിനോട് സംസാരിക്കാനാണ് ദൈവാത്മാവ് എന്നോട് ഇടപെടുന്നത്. അപ്പൊ ഞാൻ അവന് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ അപ്പോസ്തല പ്രവൃത്തി 2 നടന്ന കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കി കൊടുത്തു. പരിശുദ്ധാത്മാവിനെ പറ്റി അല്പം സംസാരിച്ചു. എന്നിട്ട് വീണ്ടും ഞങ്ങൾ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ പ്രിയ മകൻ ആരൺ ആത്മാവിൽ അന്യഭാഷയിൽ നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അവാച്യമായ ഒരു ആത്മീക അനുഭവം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത്രയും സന്തോഷം. പക്ഷേ ഇനി അവൻ ഇവിടെ യൂണിവേഴ്സിറ്റി പഠിച്ച് ഒരു ജോലിയൊക്കെ കിട്ടി എനിക്ക് അത്രയും സന്തോഷം എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന്റെ വില നമുക്കറിയാവല്ലോ. സ്തോത്രം. എന്റെ മാതാപിതാക്കൾ വില കൊടുത്തത്, അവരാണ് വില കൊടുത്തത്, ഞാൻ വില കൊടുത്തിട്ടില്ല. അവരെന്നെ ചിലപ്പോ ഒക്കെ ഞങ്ങളെ ബസ്സൊക്കെ പോയി കഴിഞ്ഞ് 4-5 കിലോമീറ്റർ ഒക്കെ നടത്തി കാത്തിരിപ്പ് യോഗത്തിനെ കൊണ്ടുപോയ കാലങ്ങൾ ഞാൻ ഓർക്കുക. അന്ന് മാങ്ങാനം ജോസഫ് എന്ന ശ്രേഷ്ഠനായ ദേവദാസന്റെ കരം തലയെ വീണപ്പോ ദൈവത്തിന്റെ കൃപയാൽ ദൈവം തന്ന് ആ അഭിഷേകം പല മേഖലകളിലും കർത്താവിന്റെ മടക്കി കൊണ്ടുവന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അഭിഷേകം മടക്കിക്കൊണ്ടുവരുന്ന അഭിഷേകമാണ്. സ്തോത്രം. അഭിഷേകം പലപ്പോഴും പ്രാർത്ഥനയിലും ആരാധനയിലും ജ്വലിച്ചു നിൽക്കാൻ മാത്രമല്ല, എവിടെയൊക്കെയോ നമ്മൾ കർത്താവിൽ നകലെ പോകുമ്പോ ചൂണ്ടക്കുളത്ത് പോലെ നമ്മളെ മടക്കി ദൈവ സാന്നിധ്യത്തിലേക്ക് വലിച്ചടിപ്പിക്കുന്നതാണ് അഭിഷേകം. സ്തോത്രം. അപ്പോ ഈ കുഞ്ഞ് അഭിഷേകം പ്രാപിച്ചപ്പോ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. സ്തോത്രം. കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കോവിഡിന്റെ ഒക്കെ ഒരു കാലഘട്ടത്തിലോട്ട് പിന്നെ വന്നപ്പോ കുഴപ്പമില്ലാതെ കുടുംബജീവിതം, ആത്മീയ ജീവിതം എല്ലാം നന്നായിട്ട് പോകുന്നു. ആ രീതിയിൽ മുൻപോട്ട് പോകുമ്പോഴാണ് കോവിഡിലെ ആ ഒരു സ്റ്റേജിലോട്ട് വന്നപ്പോ, കോവിഡിന്റെ പ്രാരംഭ ദിവസങ്ങളാണ്. അപ്പം കാനഡയുടെ മെഡിക്കൽ സയൻസ് വളരെ നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇത്രയും നല്ലൊരു കൺട്രിയാണ്, ഇത്രയും സെക്യൂരിറ്റി ഉള്ള ഒരു കൺട്രിയാണ്, എല്ലാ രീതിയിലും നല്ലതാണ്. ഈ കാനഡയിൽ കോവിഡ് വരത്തില്ല, അങ്ങനെ ഒരു ചിന്തയായിരുന്നു ഞങ്ങൾക്ക്. കാനഡ വന്നാലും കാൽഗറിയിലൊന്നും വരത്തില്ല, കാരണം നല്ലൊരു ബ്യൂട്ടിഫുൾ സിറ്റിയാ, നല്ല എല്ലാം കൊണ്ടും സെറ്റപ്പ് ഉള്ള സിറ്റിയാ. അങ്ങനെയൊക്കെ ഇരുന്ന് ചിന്തിച്ച് ഞങ്ങൾ ഇങ്ങനെ വായിക്കുകയാണ്. ലണ്ടനിൽ ചാകുന്നു മനുഷ്യൻ, ഒത്തിരി കൂട്ടമായി മരിക്കുന്നു. ന്യൂയോർക്കിൽ ഒത്തിരി ചെറുപ്പക്കാർ മരിച്ചു വീഴുകയാണ്, എന്നാലും കാൽഗറി വരത്തില്ല, അങ്ങനെ ഒരു ചിന്തയായിരുന്നു എനിക്ക്. പക്ഷെ കാൽഗറിയിലെ ആദ്യത്തെ ഒരു കോവിഡ് രോഗിയാണ്. കോവിഡ് രോഗിയായിട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ട വ്യക്തിയാ. എങ്ങനെയാണെന്നറിയോ? ഞങ്ങൾ അറിഞ്ഞില്ല. ബർമ എന്നൊരു മിഷണറി ഞങ്ങളുടെ ചേർച്ച് വിസിറ്റിങ്ങിന് വന്നപ്പോ അദ്ദേഹം വന്നു. ഇതില് അദ്ദേഹം കോവിഡ് പോസിറ്റീവായി. അദ്ദേഹം വന്ന് ഞങ്ങൾക്ക് ഒത്തിരി പേർക്ക് തന്നിട്ട് പോയി. പക്ഷെ ആദ്യം പിടിച്ച എനിക്ക്. സ്തോത്രം. അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയുന്നില്ല, എല്ലാം ദൈവത്തിന്റെ പദ്ധതികളാണ്. സ്തോത്രം. അപ്പോ ഈ കോവിഡിന്റെ ഒരു
അത് ഡിക്ലെയർ ആയപ്പം പെട്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു നിങ്ങൾ ഐസൊലേറ്റ് ചെയ്യും, ഭവനത്തെ ഐസൊലേറ്റ് ചെയ്യും. ഞാൻ പെട്ടെന്നൊരു ബെഡ്റൂമിലോട്ട് മാറി. രാജിക്കും 2 കുഞ്ഞുങ്ങൾക്കും വരരുതെന്നുള്ള ഒരു ഭീതി ഉള്ളിൽ, ആകാംക്ഷ എപ്പോഴും. ആ ഒരു ഭയങ്കര അന്നത്തെ ആ വേരിയന്റ് എന്ന് പറയുന്നത് ഓർക്കുന്നില്ലേ പാസ്റ്റർ, സിസ്റ്റർ ഓർക്കുന്നുണ്ടാവുമല്ലോ. അത്രയും ഭയാനകമായ അന്തരീക്ഷം. 5-ാമത്തെ ദിവസം രാത്രി ആയപ്പോ ഞാൻ പെട്ടെന്ന് അങ്ങ് ഷോർട്ട് കട്ട് ചെയ്ത് പറഞ്ഞു, ഞാൻ കിടന്ന കട്ടിലിൽ നിന്ന് തെറിച്ച് താഴെ വീണ് കിടക്കും. ഞാൻ ഫ്ലോറിൽ കിടക്കുക, അൺകോൺഷ്യസ് ആയിട്ട്, കണ്ണ് മറിഞ്ഞ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എത്ര വെള്ളമുണ്ടോ അത് മുഴുവൻ ഡ്രെയിൻ ഔട്ടായി. എന്തോ ഈ റൂമിനകത്തേക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ പറയും രാജിയും കുഞ്ഞുങ്ങളും വരരുത്. എന്തോ ഒന്ന് തോന്നി രാജി ഓടി വന്ന് നോക്കുമ്പോ ഈ അവസ്ഥയിൽ ഞാൻ കണ്ണു മറിഞ്ഞു കിടക്കുക. രാജി ഒന്നും ചിന്തിച്ചില്ല, പെട്ടെന്ന് CPR തന്നു. അത്രയും ഭീകരമായ ഒരു രോഗിയെ കയറി പിടിച്ചു. പാസ്റ്ററെ, അന്ന് വരെ ഇടയ്ക്ക് ഞാൻ ചോദിക്കുമായിരുന്നു, നിനക്ക് എന്നോട് വേണ്ടതുപോലെ സ്നേഹമില്ലേ? പക്ഷെ അന്ന് മനസ്സിലായി സ്നേഹമുണ്ട്. സ്വതന്ത്രം. അപ്പൊ ഞങ്ങളെ കേൾക്കുന്ന കപ്പിൾസിനോട് എനിക്ക് പറയാനുള്ള ദൂത് ഇതിനകത്ത് നിന്ന്, നമുക്ക് ചിലപ്പം തോന്നും സ്നേഹമൊക്കെ കുറഞ്ഞു പോയി. കാരണം ഇപ്പൊ 20 വർഷമായില്ലേ ദാമ്പത്യ ജീവിതത്തിൽ. പാസ്റ്ററൊക്കെ ഞങ്ങളെക്കാൾ അധികമായി കാണിച്ചത്. അപ്പോ ഈ കാലത്തിന്റെ ഈ വർഷം 24 വർഷം തികഞ്ഞു പാസ്റ്ററെ. ജൂലൈ പാസ്റ്റർ ഞങ്ങളെക്കാളും 4 വർഷം കൂടുതലുണ്ട്. 4 years senior. അതെ. അപ്പൊ ഇടയ്ക്കൊക്കെ ഒന്ന് തോന്നൽ വരും, വേണ്ടതുപോലെ സ്നേഹിക്കുന്നില്ലല്ലോ. പക്ഷെ ഒരാവശ്യം വരുമ്പോഴേ അറിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ജീവിത സഖിയുടെ ആ യഥാർത്ഥ സ്നേഹം പലപ്പോഴും നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യാൻ, ഈ വൈറ്റ്സും നമ്മളൊക്കെ തമ്മിലുള്ള വ്യത്യാസം അതാ. വൈറ്റ്സ് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും. അവര് ഹണി, സ്വീറ്റി എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യും. നമ്മൾ അണിയെന്നൊന്നും ആയിരിക്കില്ല, വേറെ വല്ലതൊക്കെ ആയിരിക്കും ചിലപ്പോ വിളിക്കുന്നത്. പക്ഷെ ശരിക്കും അങ്ങോട്ട് ഒരാവശ്യം വരുമ്പോ പ്രൈസ് ദി ലോർഡ്, ഹൃദയത്തിന്റെ ആഴത്തിലുള്ള ആ സ്നേഹബന്ധം വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഒരിക്കലും ഞങ്ങളെ കേൾക്കുന്നവർ അങ്ങനെ മറ്റൊരു രീതിയിൽ ചിന്തിച്ചത്, ജീവിതത്തില് ദൈവം തന്നിരിക്കുന്ന ജീവിത സഖി പെർഫെക്റ്റ് ആയിട്ടുള്ള മാച്ചാണ് ദൈവം തരുന്നത്. പ്രൈസ് ഗോഡ്. കുറവുകളൊക്കെ അന്യോന്യം ഉണ്ടാവും, ആരില്ല ഇല്ലാത്ത. പ്രൈസ് ലോർഡ്. പക്ഷെ ഒരാവശ്യം വരുമ്പോ ആ കുറവുകളെ നികത്താനുള്ള ദൈവകൃപ ദൈവം തരും. സ്തോത്രം. ആമേൻ. അവൻ രാജി ഒന്നും നോക്കില്ല, CPR തന്നു. കുഞ്ഞുങ്ങൾ 2 പേരും അപ്പയെ കയറി പിടിച്ച് കരഞ്ഞു. 2 പേരും വേർത്ത് കുളിച്ച് കിടക്കുന്ന തന്നെ എന്റെ ബോധം ദൈവം ജീവനിലേക്ക് മടക്കി തന്നു. ബോധം എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന പാസ്റ്റർ, ആ രോഗക്കിടക്കയിൽ എന്റെ ജീവനെ എടുക്കാൻ പിശാച് എന്നെ എടുത്തെറിഞ്ഞ ഒരു മേഖലയായിരുന്നു. പക്ഷെ ദൈവം ജീവനിലേക്ക് മടക്കി കൊണ്ടുവന്നു. അതിനകത്ത് അത്ഭുതം എന്ന് പറയുന്നത്, ആ സമയത്ത് രാജിക്കും കുഞ്ഞുങ്ങൾക്കും കോവിഡ് വന്നില്ല. ഇത്രയും രോഗിയായിരുന്ന തന്നെ എത്രയോ പേര് ഞങ്ങളെ കേൾക്കുന്നുണ്ടാവും, കോവിഡിലൂടെ കടന്നുപോയത്, വിടുവിക്കപ്പെട്ടവർ കേൾക്കുന്നുണ്ടാവും. പക്ഷെ ഇതൊരു അത്ഭുതം. അന്ന് അവർക്ക് ആ കോവിഡിന്റെ അസുഖം വന്നില്ല ആ പ്രാവശ്യം. കർത്താവ് എത്ര അത്ഭുതവാന. പരിശോധനയ്ക്കകത്ത് പോക്കുവഴിയുണ്ട്. ആമേൻ. നമ്മളെ ഒരു വല്ലാത്ത ആഴത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവം അനുവദനീയമായി വിടുകയാണെങ്കിൽ അതിനകത്ത് ദൈവം ചില അത്ഭുതങ്ങളും അതിനകത്തുള്ള പോക്കുവഴികളും കരുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. അങ്ങനെ ഇച്ചിരി ബെറ്ററായെന്ന് തോന്നിയപ്പോ 2nd വീക്കായി വീണ്ടും ഐസൊലേഷൻ നടക്കുകയാണ്. അപ്പൊ മെഡിക്കൽ സയൻസിനൊന്നും ചെയ്യാനില്ലല്ലോ, ഒന്നും തരാനില്ല, മരുന്നുകളില്ല. പെട്ടെന്ന് എനിക്ക് വളരെ ബ്രീത്തിങ് ഇഷ്യൂസ് വരികയാണ്. ശ്വാസോച്ഛ്വാസം നിലയ്ക്കുന്ന രീതിയിൽ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയാണ്. പെട്ടെന്ന് ഇവര് ആംബുലൻസ് വിളിച്ചു. അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ ആംബുലൻസ് വരത്തുള്ളൂ. ആ സമയത്ത് എന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ്. രാജിയും കുഞ്ഞുങ്ങളും നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിൽക്കുക. അവരുടെ പ്രിയപ്പെട്ട അപ്പയെ കൊണ്ടുപോവുക, കോവിഡിൽ കൊണ്ടുപോവുക, ആ സ്ഥിതിയിൽ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് ഏകദേശം ഊഹിക്കാം. അപ്പോ ഈ ഹോസ്പിറ്റൽ ബെഡിൽ പോയി കിടന്നു കഴിഞ്ഞപ്പോ ഓക്സിജൻ സപ്പോർട്ടിൽ ഞാൻ ഇങ്ങനെ ഒരു മത്സ്യത്തെ പോലെ വെച്ച് കിടക്കുക. കരയിൽ എങ്ങനെ ഒരു മത്സ്യത്തെ പിടിച്ചിട്ട് പടയ്ക്കുക, അതുപോലെ എനിക്ക് വിത്ത് ഓക്സിജൻ സപ്പോർട്ട് ശ്വാസം കിട്ടുന്നില്ലായിരുന്നു പാസ്റ്റർ. അത്രയും തീവ്രമായ ഒരു അനുഭവത്തിലും പോയി. കാരണം ഇനി എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇതിനു മുമ്പ് ലങ്സിന് എന്തെങ്കിലും ഇഷ്യൂ വന്നിരുന്നോ, ന്യൂമോണിയ വന്നിരുന്നോ? ഐ വാസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ആ സമയം വരെ എനിക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ഇല്ല. നമ്മൾ ചെറുപ്പം മുതൽ എക്സസൈസും സ്പോർട്സും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ എല്ലാ രീതിയിലും
കുഴപ്പമില്ലാതെ നല്ല ഒരു ത്രഷോൾഡുള്ള ബോഡിയായിരുന്നു ദൈവം കൃപയാ തന്നെ. പക്ഷേ ആ ഹോസ്പിറ്റൽ ബെഡി ഒത്തിരി കാര്യങ്ങൾ എന്നെ ദൈവം പഠിപ്പിച്ചു, ഒത്തിരി കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അതിനകത്ത് ഏറ്റവും മുഖ്യമായതൊന്നതാണ്, ഞാൻ നിനക്ക് തന്ന ഏറ്റവും ബലമുള്ള സമയങ്ങൾ, ഏറ്റവും ചടുലതയുള്ള സമയങ്ങൾ നീ എനിക്ക് വേണ്ടി വേണ്ടതുപോലെ പ്രയോജനപ്പെട്ടില്ല. സ്തോത്രം. ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരതിനകത്തുണ്ടെങ്കിൽ, യൗവനക്കാരുണ്ടെങ്കിൽ, ഏറ്റവും നല്ല സമയം കർത്താവിന് വേണ്ടി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റിയ, ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരത്തില്ല. സ്തോത്രം. ഒരു അനുഭവസ്ഥൻ എന്നുള്ള നിലയിൽ, ഞാൻ നിങ്ങളോട് ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലയിൽ ആ യൗവനക്കാരോട് പറയുകയാണ്, പ്ലീസ് ട്രൈ ടു യൂട്ടിലൈസ് യുവർ ബെസ്റ്റ്, ദ ബെസ്റ്റ് ടീനേജ് യൂത്ത് ടൈം ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. കർത്താവിന് വേണ്ടി അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവരോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അല്ലാത്തവരോട് ദൈവത്തിന്റെ ആത്മാവി സാക്ഷ്യത്തിലൂടെ ഒന്ന് ഓർപ്പിക്കുകയാണ്. ഇറ്റ്സ് എ റിമൈൻഡർ. ആമേൻ. അപ്പോ 4-ാമത്തെ ദിവസം രാത്രിയായി. പക്ഷെ എല്ലാ ടൈപ്പ് ഡോക്ടേഴ്സും എന്നെ പഠിക്കുകയാണ്. എല്ലാ ടൈപ്പ് ഒത്തിരി ഫോൺ കോൾസ് എനിക്ക് വരും ഈ കാനഡയുടെ പല ഭാഗത്തു നിന്ന്. കാരണം ആദ്യത്തെ രോഗികളിൽ ഒരാളായതുകൊണ്ട് അവർക്കെല്ലാം ഒത്തിരി പഠിക്കണം, അവർ അറിയണം. ആ ഒരു ജിജ്ഞാസയെന്ന്, ഔട്ട് ഓഫ് ദർ ക്യൂരിയോസിറ്റി, ആ ഒരു ഒത്തിരി ഫോൺ കോൾസ്. പക്ഷെ എനിക്ക് സംസാരിക്കാൻ പോലും വേണ്ടതുപോലെ പറ്റത്തില്ല. എന്തൊക്കെയാണ് സിംറ്റംസ് അവർക്കെല്ലാം അറിയണം. 4-ാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ രാത്രിയായപ്പോ എനിക്ക് മനസ്സിലായി, ഓരോ ഡോക്ടേഴ്സ് വരികയാണ്. വൈറ്റ് ഡോക്ടേഴ്സ്, ആഫ്രിക്കൻ ഡോക്ടേഴ്സ്, ഇന്ത്യൻ ഡോക്ടേഴ്സ്, മിടുമിടുക്കരായവർ, നഴ്സസ്, എല്ലാവരുടെയും മുഖത്ത് എന്റെ മുറിയിൽ നിന്ന് പോകുമ്പോ വലിയൊരു നിരാശ നിഴലിടുന്നത് ഞാൻ കണ്ടു. കാരണം അവർക്ക് മനസ്സിലായി, ഈ ഓക്സിജൻ കൗണ്ട് വിത്ത് സപ്പോർട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക, ഓരോ നിമിഷവും പോയിക്കൊണ്ടിരിക്കുക താഴോട്ട്. പക്ഷേ എല്ലാ ഡോക്ടേഴ്സും ഗുഡ് ബൈ പറഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ അന്ന് രാത്രി ഡോക്ടറായ ഒരാൾ എൻ്റെ അരികിലേക്ക് വന്നു, എൻ്റെ അടുത്തിരുന്നു. പൈതൽ പ്രായം മുതൽ പഠിച്ചു വന്ന ഒരു വാക്യം, അടുത്തിടെ ഒന്നും ഞാൻ ഓർത്തിട്ടില്ലായിരുന്നു, പ്രസംഗിച്ചിട്ടും ഇല്ലായിരുന്നു ആ വാക്യം ഇങ്ങനെയാണ്: പിശാച് കുഞ്ഞെ അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും വരിക, പക്ഷെ ഇന്ന് രാത്രി ഞാൻ നിന്റെ രോഗക്കിടക്ക അരികെ വന്നിരിക്കുക, നിനക്ക് ജീവൻ തരാൻ. ആമേൻ. സമൃദ്ധിയായ ജീവൻ തരാൻ. ഹല്ലേലൂയ. അങ്ങനെ പിശാചിനെ തട്ടിയെടുത്ത് വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സില്ല. നിന്നെ ജീവനിലേക്ക്, അതിലൂടെ ആ സമൃദ്ധിയായ നിത്യജീവനിലേക്ക്, ആമേൻ, ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ഇനിയും നിനക്ക് ചെയ്യാനുണ്ട്. കർത്താവിന്റെ വചനം ലിറ്ററലി സന്ധി മജ്ജകളിലേക്ക് ഇറങ്ങുന്നത് വരെ അതുപോലെ ഇറങ്ങിച്ചെന്ന് ആക്റ്റീവ് ആൻഡ് ലിവിങ് ആണ്. അത് പെനിട്രേറ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ വചനത്തിലൂടെ പറയും. അത് ലിറ്ററലി എന്റെ ശരീരത്തെ അനുഭവിച്ചു. പ്രൈസ് ഗോഡ്. അപ്പോ പിറ്റേ ദിവസം രാവിലെ ആയപ്പോ വീണ്ടും ആകാംക്ഷയോടെ വരികയാണ് ഡോക്ടേഴ്സും നഴ്സസും. അവരുടെ മുമ്പിൽ ഞാൻ മിടുക്കനായിട്ട് ചിരിച്ചോണ്ട് കട്ടിലായിരിക്കുകയാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു, അജു, സംതിങ് ഹാപ്പൻ മിറാക്കുലസ്ലി ഓവർനൈറ്റ് ഇൻ യു. എന്തോ ഒരു അത്ഭുതം നിന്നിൽ ഓവർനൈറ്റ് സംഭവിച്ചിട്ടുണ്ട്. സംതിങ് ഹാപ്പൻ. അപ്പൊ എനിക്ക് ഒരു ബൈബിൾ എന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അതെടുത്ത് ഉറക്കെ പറഞ്ഞു, മൈ ജീസസ് ഹീൽഡ് മീ. ആമേൻ. അവനാണ് ഓക്സിജൻ, അവനാണ് ജീവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ സമയത്ത് ഈ ഓൺലൈനിലൂടെ ഞങ്ങളെ കേൾക്കുന്ന രോഗക്കിടക്കെ കിടക്കുന്ന ജീവിതങ്ങളോട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ എളിയവൻ വിളിച്ചു പറയട്ടെ, ഏത് തകർക്കപ്പെട്ട അനുഭവത്തിൽ നിന്നും പണിതെടുക്കുവാൻ, ഏത് തീർന്നെന്ന് പറയുന്ന വേച്ചുവീച്ച് കിടക്കുന്ന അനുഭവത്തിൽ നിന്നും താങ്കളെ പുറത്തു കൊണ്ടുവരുവാൻ യേശുക്രിസ്തുവെന്ന നാമത്തിന് ശക്തിയുണ്ട്. അവൻ ജീവനിലേക്ക് നിങ്ങളെ മടക്കി കൊണ്ടുവരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ വെച്ചിരിക്കുന്ന ശിഷ്ടായുസ് ശക്തിയോടെ ജീവിപ്പാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങളെ ദൈവം സൗഖ്യമാക്കുകയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. പ്രൈസ് ഗോഡ്. അങ്ങനെ ആ രോഗക്കിടക്കയിൽ നിന്ന് കർത്താവ് ഭവനത്തിലോട്ട് മടക്കിക്കൊണ്ടുവന്നു. അല്പം ഒന്ന് നടുനിവർന്ന് വന്നപ്പോ, പക്ഷേ ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ട്, ജോലി എന്നൊരു ഫോൺ കോള്, അജു യു ആർ ലെയ്ഡ് ഓഫ്, താങ്കളുടെ ജോലി പോയി. കോവിഡിന്റെ ശക്തമായ തരംഗം ഇവിടുത്തെ എക്കണോമി എല്ലാം പിടിച്ചു കുലുക്കി, ലോകരാജ്യങ്ങളെ മുഴുവൻ കുലുക്കിയതാണ്. അപ്പൊ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഒരു ലേ ഓഫ്. രാജി ആ സമയത്ത് വർക്ക് ചെയ്യുന്നില്ല. കുഞ്ഞുണ്ടായതിനു ശേഷം അവളെ ടേക്ക് കെയർ ചെയ്യുന്നു. അതിനു മുൻപ് അതിനിടയിൽ ഒരു സർജറിയിലൂടെ ഒക്കെ പോയായിരുന്നു, ഹെൽത്ത് ഇഷ്യൂസിലൂടെ ഒക്കെ പോയായിരുന്നു. അപ്പോ അങ്ങനെയുള്ള അനുഭവത്തിലൂടെ പോകുമ്പോൾ ഞാൻ മാത്രം ജോലി ചെയ്യുന്നു.
അതിനു മുമ്പ് ഞങ്ങൾക്ക് ചെറിയൊരു ഭവനം ദൈവം ഇവിടെ തന്നു. അതെല്ലാം ഒത്തിരി പ്രാർത്ഥിച്ച് ദൈവം തന്നതാണ്. നല്ലൊരു വാഹനമൊക്കെ തന്നു. അപ്പം ഞാൻ സ്തംഭിച്ചു പോയി പാസ്റ്ററെ. ഞാൻ ലേ ഓഫ് ആയി. ഞാന് താഴെ ഞങ്ങൾക്കൊരു ചെറിയൊരു ബേസ്മെന്റ് ഉണ്ട്. പാസ്റ്റർ അറിയാം, യുഎസിലൊക്കെ വന്നിട്ടുണ്ട്. ബേസ്മെന്റ് ഉണ്ട് ഇവിടെ, അണ്ടർഗ്രൗണ്ട് ഒരു റൂം ഉണ്ട്. അങ്ങോട്ട് പോയി പൊട്ടിക്കരഞ്ഞു. രാജ്യം കുഞ്ഞുങ്ങളും കാണാതെ പൊട്ടിക്കരഞ്ഞ് ദൈവത്തോട് ചോദിച്ചു, ഇതിനു വേണ്ടിയാണോ അപ്പച്ച നീ എനിക്ക് വീട് അടയാളത്തോടെ തന്നു, അനുഗ്രഹങ്ങളെ തന്നു? ഞാൻ ഇനി എങ്ങനെ ഈ ലോണൊക്കെ അടയ്ക്കും? ഇനി എങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് നീങ്ങും? സ്തംഭനത്തിന്റെ ഒരവസ്ഥ. ഇതിനു വേണ്ടിയാണോ എക്സ്റ്റൻഷൻ തന്ന എന്റെ ലൈഫിൽ എന്നൊക്കെ ചോദിച്ചു പോയി. നമ്മൾ പലപ്പോഴും പാടും എന്തിനൊന്നും ചോദിക്കത്തില്ല ഞാൻ, പക്ഷെ പലപ്പോഴും ജീവിതത്തിലെ ശരിക്കുള്ള നാൽക്കവലകളിൽ നമ്മൾ അറിയാതെ ചോദിച്ചു പോകും, അപ്പ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നു? അതാണ് അതിന്റെ സത്യം. പക്ഷെ ചോദ്യത്തിന് മറുപടിയായി കർത്താവ് വന്നു. എന്നോട് ഇടപെട്ട വ്യത്യസ്തമായ രീതിയിലാണ് പാസ്റ്റർ. എന്നോട് പറഞ്ഞു, നീ വേദപുസ്തകം എടുത്തൊഴിച്ച് വായിക്കാൻ. ആമേൻ. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന്. അപ്പോഴത്തേക്ക് ഞാൻ പാസ്റ്ററെ ഇവിടെ വന്ന് ഒരു 2-3 വർഷമൊക്കെ കഴിഞ്ഞപ്പോ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഈ മിനിസ്റ്റീരിയൽ റിലമിനോട്ട് ശക്തമായി ദൈവാത്മാവ് പുഷ് ചെയ്യാൻ തുടങ്ങിയ സമയങ്ങളായിരുന്നു. അപ്പൊ ഞാൻ പിതാവിനോട് പറഞ്ഞായിരുന്നു, ഒരു 2015 ഒക്കെ ആയപ്പോ ഞാൻ പിതാവിനോട്, എന്റെ പപ്പയോട് വിളിച്ചു പറഞ്ഞു, അപ്പൊ ഞാൻ തിരിച്ചു വരികയാണ്, എനിക്ക് നാട്ടിൽ വന്ന് ഒരു ബൈബിൾ കോളേജ് ജോയിൻ ചെയ്ത് പഠിക്കണം, വലിയ ആഗ്രഹം. അപ്പൊ പറഞ്ഞു, ദൈവാത്മാവ് സംസാരിക്കുന്ന പോലെ ചെയ്യുക. അത് അവിടെയാണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് ഇവിടെ പഠിക്കും. അങ്ങനെയുള്ളപ്പോ ഇവിടെ പഠിക്കാൻ ദൈവം ഒരു അവസരം ഒരുക്കുന്നുണ്ട്. അപ്പൊ ഈ അവസ്ഥ വന്നപ്പം വേദപുസ്തകം എടുത്ത് പഠിക്കാൻ എന്നോട് ദൈവാത്മാവ് പറഞ്ഞപ്പോ ഞാൻ പാസ്റ്റർ പെട്ടെന്ന് പോയിട്ട് നമ്മുടെ MDUവിന്റെ നോട്ടൊക്കെ ഒരു കട്ടി സംഗതികളൊക്കെ ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്, അത് എടുത്തോണ്ട് വന്ന് ഇരിക്കുക, എന്റെ ചുറ്റിനും വെക്കുക, ഈ തറയിലിരുന്നിട്ട്. അന്നേരം എന്നോട് പറഞ്ഞു, നോ, ജസ്റ്റ് ഗോ ഫോക്കസ് ദ സ്ക്രിപ്ചേഴ്സ്. വേദപുസ്തകത്തിന്റെ താളുകൾ മറിച്ചിട്ട് വായിക്കാൻ തുടങ്ങും. അങ്ങനെ വായിച്ചു തുടങ്ങിയപ്പോ അതുവരെ ഇല്ലാത്തതുപോലെ ദൈവത്തിന്റെ ആത്മാവ്, ദൈവവചനത്തിന്റെ ഇലൂമിനേഷൻ, ദൈവാത്മാവ് സംസാരിക്കുക, എന്നോട് ഹൃദ്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അന്നേരം പാസ്റ്റർ ഈ സൂം മീറ്റിംഗ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയം ഉണ്ടല്ലോ, അപ്പൊ അറിയാതെ ഓരോരുത്തരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ഓപ്പണിങ്സ്, ഒത്തിരി രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ ദൈവം ശുശ്രൂഷിപ്പാനൊക്കെ അവസരങ്ങൾ തരുന്നു. അങ്ങനെ ഒത്തിരി കണക്ഷൻസ് തരാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു പാസ്റ്റർ ആസാദിയൊക്കെ തുടങ്ങി ആ സമയത്തൊക്കെ ആയിരിക്കും അല്ലേ? ആ സമയത്താണ്. ഏകദേശം അപ്പോ പാസ്റ്ററെ. നമ്മുടെ ആസാദി ചാനൽ അതിന് മുമ്പേ ഉണ്ട്. നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ ഒക്കെ മുമ്പ് തന്നെ ചാനലുണ്ട്. പക്ഷെ നമ്മുടെ ടെസ്റ്റിമണി സെഷൻ തുടങ്ങുന്നത് ഈ ഒരു എല്ലാവരും ലോക്ക്ഡൗൺ ആയി വീട്ടിയിരിക്കുന്ന സമയത്താണ്. അതെ അതെ, ഞാൻ പറഞ്ഞു വരുന്നത് ഒത്തിരി മിനിസ്ട്രീസും മിനിസ്റ്റേഴ്സും സ്പ്രൗട്ടായ സമയങ്ങളാണ് ആ സമയങ്ങൾ, ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ളത്. സ്തോത്രം. അപ്പോ ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് പാസ്റ്റർ, ഏത് ഭവനത്തിനുള്ളിൽ എന്റെ ജീവൻ എടുക്കാൻ പിശാച് പോരാടിയോ അതിനകത്ത് നിന്ന് അവന്റെ സാക്ഷിയാക്കി ഒത്തിരി രാജ്യങ്ങളിലും ഒത്തിരി ചേർച്ചസിനകത്തും ഇവിടെ നിന്നുകൊണ്ട്, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന പോലെ ഇവിടെ നിന്നുകൊണ്ട് ഒത്തിരി സ്ഥലങ്ങളിലോട്ട് പോകാൻ ദൈവം കൃപ തന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടുള്ള ഒരു മെസ്സേജ് ഇതാണ്, എവിടെ പിശാച് തീർക്കുമെന്ന് വാത് കിട്ടുന്നോ അവിടെ ജയം തരുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ. അവിടെ നിസി യഹോവയായി വെളിപ്പെടുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. കർത്താവിന്റെ പദ്ധതികൾ വ്യത്യസ്തമാണ്. നിങ്ങളെ തീർക്കാൻ വേണ്ടിയല്ല ഈ പദ്ധതികൾ, ഈ ഫ്രെയിമുകൾ, അതിനെ പൊളിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അവന്റെ മഹിമ കണ്ട സാക്ഷികളായി നിർത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. വചന ശുശ്രൂഷയോട് ചേർന്ന് അനുഭവ സാക്ഷ്യങ്ങളോടെ പറയുമ്പോഴാണ് ദൈവജനത്തിൽ ശക്തി വ്യാപരിക്കുന്നത്. സ്തോത്രം. അതിനുവേണ്ടി ദൈവം തരുന്ന ചില എൻക്ലോസുകൾ, അതിനോട് ചേർത്ത് വെച്ച് സ്റ്റാപ്പിൾ ചെയ്യുന്ന ചില അനുഭവങ്ങളാണ് ഏറ്റവും മഹത്തരമായത്. കർത്താവിനെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയും, നമുക്ക് ഷേപ്പ് ഇഷ്ടമാണ്, പക്ഷെ ഷേപ്പിംഗ് ഇഷ്ടമില്ല ആർക്കും. ആമേൻ. ഷേപ്പിങ്ങിന്റെ ആ പ്രോസസ്സിങ് ആർക്കും ഇഷ്ടമില്ല, എനിക്കും ഇഷ്ടമില്ല. സ്തോത്രം. അതിനവൻ കൊണ്ടുപോകുന്ന ചിലപ്പോ നല്ല കുശവന്റെ ആലയിലോട്ടൊക്കെ ആയിരിക്കും. ആമേൻ. ഒന്ന് പൊളിച്ചു പണിയാൻ, ഉടഞ്ഞതിനെ ഒന്ന് പണിതെടുക്കാൻ. ആമേൻ. ഒരു കൊല്ലന്റെ ആലയിലോട്ടൊക്കെ ആയിരിക്കും. അല്പം കൂടെ ഒന്ന് തീക്കകത്തൂടെ വിട്ട് മൂർച്ച കൂട്ടി അടിച്ച് പരത്തി ഒന്നുകൂടെ മൂർച്ച കൂട്ടി. സ്തോത്രം. വചനത്തിൽ പറയുന്ന പോലെ ഇരുമ്പായുധം മൂർച്ചയില്ലാതെ പോയ എന്ത് പ്രയോജനം? പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ മൂർച്ച കൂട്ടുന്ന ചില അനുഭവങ്ങൾക്കായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. അങ്ങനെ അതിനകത്തോട്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു, കർത്താവേ, നീ പറയുന്ന
വേലകൾ ചെയ്യാം. ദൈവസഭയിലെ ശുശ്രൂഷകൾ മാത്രമല്ല, അങ്ങ് പറയുന്ന പബ്ലിക് മിനിസ്ട്രിയിലോട്ട് ഞാൻ പോകാം. എവിടെ പോകാൻ പറയുന്നു അവിടെയൊക്കെ പോകാം. പക്ഷെ എനിക്ക് ഈ ദേശത്ത് ഒരു ജോലി തിരിച്ച് എനിക്ക് ഇൻകം വേണം, ഇവിടെ ജീവിക്കണേ, എനിക്ക് ഒരു റിസോഴ്സ് വേണമല്ലോ. അപ്പൊ 3 months കഴിഞ്ഞപ്പം പാസ്റ്ററെ ഒരു ന്യൂസ് കേട്ടു, സിറ്റിയുടെ എംപ്ലോയീസിൽ നിന്ന് ചുരുക്കം പേരെ തിരിച്ചെടുക്കുകയാണ്. 50 പേരെ മാത്രം തിരിച്ചെടുക്കുക, 500 പേരെ ലേ ഓഫ് ചെയ്തു. അതിനകത്ത് എന്റെ പേര് വരാൻ ഒരു ചാൻസും ഇല്ല, എനിക്ക് അത്രയും സീനിയോറിറ്റി ഇല്ല. അപ്പൊ ഞാൻ ഓർത്തു, ഓ മൈ ഗോഡ്, മൈ വെയിറ്റിംഗ് പീരീഡ് ഈസ് പ്രൊലോങ്ങിങ്. അങ്ങനെ ഒരു സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ കോള് വന്നു, അജു 50 പേര് നിന്നെ ഒരാളായിട്ട് തിരിച്ച് ഞങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞു. സ്തോത്രം. നമ്മുടെ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആഹാരം കൊടുക്കാൻ പ്രാപ്തിയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. അതിലോട്ട് മടക്കി ആ കോള് വന്നപ്പോൾ ഞാൻ ഈ പ്രാർത്ഥന മുറിയിലോട്ട് പോയി വീണ്ടും പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, അപ്പാ, അങ്ങ് ആഗ്രഹിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യാൻ ഒരിക്കലും എന്റെ ജോലി തടസ്സമാകത്തില്ല. അങ്ങ് തന്നിരിക്കുന്ന ഈ ജോലി, ആമേൻ. ആ ഒരു സ്റ്റാൻഡിലാണ് ഞങ്ങൾ തമ്മിൽ ഇപ്പൊ നിൽക്കുന്നത്. ഏത് സമയത്തും എപ്പോ പാക്കപ്പ് പറഞ്ഞാലും അതിനുവേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. പ്രൈസ് ഗോഡ്. കാരണം എനിക്കറിയാം ബാക്കിയെല്ലാം പോവും, പക്ഷെ കർത്താവ് മാറാത്തവനാണ്. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ അതിനുശേഷം ദൈവം ആത്മീക ശുശ്രൂഷയുടെ മേഖലകളിൽ ഒത്തിരി ഓപ്പണിങ്സ് ഒക്കെ തന്ന ആ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുമ്പോ നാട്ടിൽ പോയിട്ട് ഒത്തിരി നാളായി. ദൈവം ജീവൻ മടക്കി തന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന സഹോദരി സഹോദരങ്ങളെല്ലാം ഒന്ന് കാണണം. ദൈവദാസന്മാർ ഒത്തിരി പേർ പ്രാർത്ഥിച്ച് അവരെല്ലാം ഒന്ന് കാണണം, നന്ദി പറയണം. അങ്ങനെ ഞങ്ങൾ 2022 ഓഗസ്റ്റിൽ നാട്ടിൽ പോകാൻ ടിക്കറ്റ് ഒക്കെ എടുത്തു. ഒത്തിരി സന്തോഷത്തോടെ ചില വർഷങ്ങൾക്ക് ശേഷം പോവുകയാണ്. അതിനുവേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. പാസ്റ്ററിന് അറിയാമല്ലോ, നാട്ടിൽ പോകാൻ നേരം ഇങ്ങനെ നമ്മൾ കലണ്ടറിൽ ഇങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്യും. പിള്ളേരൊക്കെ ഇങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്യും, ഇത്രയും ദിവസം ഉണ്ട് അപ്പ ഇനി പോവാൻ. അങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്തിരിക്കുമ്പോൾ രാജി എന്നോട് പെട്ടെന്ന് പറഞ്ഞു, അപ്പൊ ഇതുവരെ ഇല്ലാത്തതുപോലെ എന്റെ ദേഹത്തൊരു ചെറിയ തടിപ്പ്, ഒരു ഞരമ്പ് ഒന്ന് ബൾജായതാ ചെറുതായിട്ട്. എന്നെ കാണിച്ചത്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് നമുക്ക് കൊണ്ടുപോയി ഒന്ന് കാണിക്കാം. ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു. പക്ഷേ ലോങ് സ്റ്റോറി ഷോർട്ട്, പെട്ടെന്ന് കാണിച്ചപ്പോ അവര് മാമോഗ്രാഫി ഇതിന് വിട്ടു, മാമോഗ്രാം ചെയ്യാൻ വിട്ടു. അത് അവര് ക്യാൻസർ ആണെന്ന് ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞു പോയ ഒരു 1.5 വർഷം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പാന്താവുകളായിരുന്നു. പ്രൈസ് ഗോഡ്. 16 കീമോതെറാപ്പി, ഒരു സർജറി, 21 റേഡിയേഷൻ, അത്രയും തീവ്രമായ അനുഭവങ്ങളിലൂടെ നാട്ടിൽ പോകാൻ പറ്റിയില്ലെന്നുള്ളത് മാത്രമല്ല, ഒരിക്കലും ചിന്തിക്കാത്ത ജീവിതത്തിലെ പെട്ടെന്നുള്ള ഒരു ദിശമാറ്റം, ഒരു ഡൈവേർഷൻ എന്നൊക്കെ പറയത്തില്ലേ. ഈ ക്യാൻസറിനെ മാരക രോഗം എന്ന് പറയുന്നതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാനിത് കേൾക്കുമ്പോൾ നമ്മളത് സില്ലിയായിട്ട് അങ്ങ് എടുക്കുമായിരുന്നു പണ്ടൊക്കെ. പക്ഷെ നമ്മളത് കടന്നു പോയപ്പോഴാണ് മനസ്സിലായത് ഒരു കുടുംബത്തെ മുഴുവൻ ഒലച്ചു കളയുന്ന ഒരു കാര്യം, മാനസിക മണ്ഡലത്തിൽ ഒത്തിരി സ്ട്രെസ് തരുന്ന ഒരു കാര്യം, മാനസിക സമ്മർദ്ദങ്ങൾ, പിരിമുറുക്കങ്ങൾ. ആ ട്രീറ്റ്മെന്റ് അത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. രാജി കടന്നുപോയ ഓരോ ട്രീറ്റ്മെന്റ് ഓരോ സാക്ഷിയാണ് സത്യം പറഞ്ഞ. അത് പറഞ്ഞ ഇപ്പം തീരത്തില്ല. 16 കീമോതെറാപ്പി എന്നൊക്കെ പറയുന്നത് ഓരോന്നിന്റെയും സൈഡ് എഫക്ട്സ് അറിയാമല്ലോ. സാൻഡി സിസ്റ്ററിനൊക്കെ നല്ലപോലെ മെഡിക്കൽ ഫീൽഡായതുകൊണ്ട് അറിയായിരിക്കും. ആമേൻ. അപ്പോ അതിനകത്തെല്ലാം ഈ ഇടത്തെ കൈ ഒന്ന് പൊക്കിക്കും. ഇതിനകത്ത് ആ റൈറ്റ് സൈഡിലാണ് അത് അഫക്റ്റഡ് ഏരിയ. അപ്പൊ ഈ ഒരു കൈയിലാണ് ഓരോ ആഴ്ചയും 4ഉം 5ഉം പ്രിക്കിങ് ചെയ്യുന്നത്. ഈ കയ്യിൽ ഒരു 10-90 ഇഞ്ചക്ഷൻ എടുത്ത് കാണും. മൊത്തം ട്രീറ്റ്മെന്റ് ലെഫ്റ്റ് കൈയില്ല. ഞാൻ എപ്പോഴും പറയും, രാജി ഇടത്തെ കൈ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവനാമത്തിന് മഹത്വമാണ്. ഹല്ലേലൂയ. ഈ ഇരിക്കുന്ന ആളൊന്നും അല്ല, ആളങ്ങ് ഒരു ഉണക്ക വടി പോലെ മുടി മുഴുവൻ പോയി, പുരികം മുഴുവൻ പോയി. ഈ രാജിയാന്ന് പറയത്തില്ല. ഇവിടുത്തെ ഞങ്ങളുടെ ചേർച്ച് ദൈവദാസൻ, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. വളരെ ഞങ്ങളെ ആ സമയത്ത് സപ്പോർട്ട് ചെയ്തു. ഞങ്ങളായിരിക്കുന്നത് ന്യൂ കവണന്റ് പെന്റക്കോസ്റ്റൽ ചർച്ച് കാൽഗറിയിൽ. ഇപ്പൊ അവിടെ ഒരു സഹശുശ്രൂഷകനായി കർത്താവിന്റെ വേലയിലും ആയിരിക്കുന്നു. അത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ചിനെ ഞങ്ങൾക്ക് ദൈവം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ സമയത്ത്. അപ്പോ അത്രയും കഠിനമായ അനുഭവത്തിലൂടെ കടന്നുപോയി. അപ്പോ ഇത്രയും തീഷ്ണമായ സൈഡ് എഫക്റ്റിലും ഭയങ്കരമായിട്ട് വോമിറ്റിങ് കാര്യങ്ങൾ ഒക്കെ ഇരിക്കുമ്പോഴും പാസ്റ്റർ എന്നെ വിശ്വാസം പഠിപ്പിക്കാതെ ആ സമയത്ത് താഴെ മീറ്റിംഗ്സ് കാണും, സൂം മീറ്റിംഗ്സ് കാണും.
അപ്പൊ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വേണം താഴെ പോയിട്ട്. നമുക്ക് സൂം ഒരു പ്രാവശ്യം തുടങ്ങിയ 45 മിനിറ്റ്സ് 1 hour പ്രീച്ചിങ് ആണ്. എനിക്ക് അതിനിടയ്ക്ക് ഓഫ് ചെയ്ത് പോയി നോക്കാൻ മേല. അത്രയും തീക്ഷ്ണമായ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ രാജി എന്നോട് പറയും, പോയി ശുശ്രൂഷിച്ചോളാൻ പറയും. ഞങ്ങളെ രണ്ടുപേരെയും ദൈവം പഠിപ്പിക്കുകയാണ് വിശ്വാസം. ആമേൻ. തിരിച്ചു വരുമ്പോ എനിക്കറിയത്തില്ല രാജി ജീവനോടെ കാണുമോ. കാരണം അത്രയും തീക്ഷ്ണമായ അനുഭവങ്ങളാണ്. അത് പറഞ്ഞ് അറിയിക്കാൻ ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇച്ചിരി പാടുള്ള അനുഭവങ്ങൾ. അതിനകത്തൂടെ കടന്നുപോയ പ്രിയപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ പരിചരിച്ചവർക്കറിയാം. പ്രൈസ് ഗോഡ്. അങ്ങനെ തീക്ഷ്ണമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. അപ്പോ ഇത്രയും ഒരു ഉണക്കവടി പോലെ കിടക്കുന്ന രാജിയെ നോക്കി ഞാൻ പ്രാർത്ഥിക്കും. രാത്രിയാമങ്ങളിൽ രാജി അറിയാതെ രാജിയുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കും, ഇവൾ തളർത്തു വരട്ടെ, ഇവൾ തളർത്തു വരട്ടെ. എന്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയാകും. അപ്പോ തളർത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എന്നെ കറക്റ്റ് ചെയ്തു, മോനെ അങ്ങനെയല്ല പ്രാർത്ഥിക്കും, ഇവൾ തളർക്കും, പൂക്കും, ഫലം കായ്ക്കും. ആമേൻ. എന്റെ പ്രാർത്ഥനയുടെ വാചകങ്ങളെ ദൈവാത്മാവ് കറക്റ്റ് ചെയ്തു. അപ്പം വിശ്വാസത്തിന്റെ ആഴത്തിൽ പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു. സ്തോത്രം. കർത്താവിന്റെ പദവിയിലേക്കാൾ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. പിന്നെ പാസ്റ്റർ, അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളിലൊക്കെ മെസ്സേജ് മാറ്റി, പറയുന്നത് രീതി മാറ്റി. കാരണം ഈ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ 7 മടങ്ങ് തീച്ചുള്ളിയിലേക്ക് എറിയുന്ന നമ്മൾ പറയും. അവരെ കൊണ്ടുപോയത് മഹാബലവാന്മാരെന്ന് എഴുതിയിരിക്കുന്നത്, അല്ലെ? മഹാബലവാന്മാരായിരുന്നു എഴുതിയിരിക്കുന്നത്. അവര് ആ തീച്ചൂളയുടെ അരികിലോട്ട് എത്തിയപ്പം കത്തിപ്പോയി. മഹാബലവാന്മാർ, വാലിയൻ വാരിയേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ ദൈവദാസന്മാർ അതിനകത്തോട്ട് വീഴുന്നതിന് മുൻപ് ഞാൻ എങ്ങനെയാ വിശ്വസിക്കുന്നത്, തീയിൽ 4-മനായിട്ടല്ല 1-മനായി അവരെ കൈക്കുമ്പിളിൽ കോരിയെടുത്തിയ ഒരു കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സ്തോത്രം. ഇല്ലെങ്കിൽ അവർക്കത് പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. ആമേൻ, ആമേൻ. അപ്പൊ ഞാൻ എന്റെ പ്രഭാഷണ ശൈലി മാറ്റി, പറയുന്ന കാര്യങ്ങൾ മാറ്റി, തീയിൽ 1-മനായി ഇറങ്ങി. ദൈവത്തിന്റെ പൈതലെ, താങ്കളെ ദൈവം ഒരു അഗ്നിശോധനയിലൂടെ കടത്തിവിടുകയാണെങ്കിൽ അതിനകത്ത് ആ ദൈവ സാന്നിധ്യം ആദ്യം വെളിപ്പെടുത്തി അവൻ കൈക്കുമ്പിളിൽ കോരിയെടുത്ത് ഉമ്മ തന്ന് അതിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരുമ്പോ ചില നെബൂഖദ്നേസർ പറയും, ഈ വിധത്തിൽ വിടുവിക്കാൻ കഴിയുന്ന വേറൊരു ദൈവം ഇവന്റെ ദൈവത്തെ പോലെയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. രോഗത്തിന്റെ തീക്ഷ്ണമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ചില ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്തുകൂടെ ഒരു മെസ്സേജ് കൈമാറുകയാണ്. ക്ഷീണിക്കണ്ട, മടുക്കണ്ട, അവൻ നിന്റെ കരം പിടിച്ചിട്ടുണ്ട്. അവൻ പുറത്ത് തക്ക സമയത്ത് കൊണ്ടുവരും, തീർന്നു പോകത്തില്ല. ആമേൻ. ഇപ്പൊ ഇരിക്കുന്ന ഈ മിടുക്കിയായിട്ടുള്ള ആളല്ലായിരുന്നു അന്ന്. സ്തോത്രം. ദൈവം മടക്കിത്തരുന്ന ദൈവമാണ്, മടക്കിത്തരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സകലതും മടക്കിത്തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നഷ്ടപ്പെടുന്ന സൗന്ദര്യം, നഷ്ടപ്പെടുന്ന സകലത്തെയും മടക്കിത്തരുന്ന നല്ല കർത്താവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ ആ തീച്ചുളക്കകത്ത് നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ആ ടെയിൽ എൻഡ് ആകുന്നേ ഉള്ളൂ. ആ പ്രോസസ്സിങ്, ട്രീറ്റ്മെന്റ്സ്, അതിനിടയിൽ സംഭവിച്ച ഒത്തിരി കാര്യങ്ങൾ. ഒരു പ്രാവശ്യം റേഡിയേഷന് ചെന്നപ്പോ, കീമോതെറാപ്പിക്ക് ചെന്നപ്പോ, പക്ഷേ ഈ സാക്ഷ്യം ഞങ്ങൾ പറയുന്നത്, കർത്താവിന്റെ കരം നമ്മുടെ ഓരോ നിമിഷവും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ദൈവ സാന്നിധ്യം, അത് പറയാൻ വേണ്ടിയാണ്. രാജി ആ കാര്യം ഒന്ന് പറഞ്ഞു, ആ ലൈഫേഴ്സിന്റെ കൗണ്ട് കൂടിയത്. ആദ്യമായിട്ട് മുഴുവൻ മഹത്വം എന്റെ കർത്താവിന് തരികയാണ്. അതുപോലെ തന്നെ സാസാദ് ചാനല് അനുഭവം പങ്കുവെക്കുവാൻ വലിയവനായ ദൈവം ഇടവരുത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാണ്. ഈ 16 കീമോയും അത് 16 സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത്. അതില് ഏറ്റവും ലാസ്റ്റ് 12 ആദ്യം കീമോ സർജറി ആണ് ഇവിടെ പറഞ്ഞത്. എങ്കിൽ എന്റെ ഒരു ഡിഫറെന്റ് ഒരു ക്യാൻസർ ഇതായിരുന്നു, TNBC എന്ന് പറഞ്ഞ. അപ്പൊ അതിൽ കൂടെ ഇവിടെ ഡോക്ടേഴ്സ് പറഞ്ഞു കീമോയാണ് ഇതിന് ആദ്യം വേണ്ടത്. അതിന് 12 കീമോ ആദ്യത്തെ. അപ്പൊ ഏകദേശം നാട്ടിലൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ 5 കീമോ ഒക്കെ ഉണ്ടെന്നുള്ള രീതിയിലാണ് ആദ്യം അഡ്മിറ്റ് ആകുന്നത്. ഇവിടെ എടുത്തിട്ട് വീട്ടിൽ വരുക, ഓരോ കീമോയും എടുത്ത് വീക്കിലി എടുത്തിട്ട് വീട്ടിലോട്ട് വരികയാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത്
അപ്പോ ഇത് ഏകദേശം ഈ ഒരു സാക്ഷ്യം ഏറ്റവും ലാസ്റ്റ് നടന്ന 14ാമത്തെ കീമോയിൽ അത് സംഭവിച്ചത്. ഈ ഒരു സാക്ഷ്യം പറയാനുള്ളത് അത് ആ ലാസ്റ്റത്തെ 12 എടുത്തു കഴിഞ്ഞ് ലാസ്റ്റത്തെ 4 അത് ഒരു 4 ഒരു സൈക്കിളായിരുന്നു. അത് ഇന്റർലി ഹെവി കീമോസ് ആണ് അത് തരുന്നത്. അത് മരണകരമായ ഒത്തിരി അനുഭവങ്ങൾ അതിനകത്ത് നമുക്ക് അനുഭവിക്കാവുന്ന ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ചു പോയി ആ കീമോ. ആദ്യത്തെ എടുത്തു കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നു. അത് കഴിഞ്ഞ് ഒരു 3 ആഴ്ചത്തെ ബ്രേക്ക് ഉണ്ട് പിറ്റേ നെക്സ്റ്റ് കീമോ എടുക്കാൻ വേണ്ടി. അങ്ങനെ വീട്ടിൽ വന്ന് ആ കീമോ എടുത്ത് വീട്ടിൽ വന്ന് ആദ്യത്തെ ദിവസം തന്നെ പിന്നെ ഒന്നും കഴിക്കാൻ മേലാത്ത ഒരു അവസ്ഥയായിരുന്നു. ഹെവി കീമോ. പൾസോസിമീറ്റർ വീട്ടിൽ വെക്കാൻ പറഞ്ഞു. ഞാൻ അയച്ചാണ്ട് പറയുണ്ടായി, പൾസോസിമീറ്റർ വെച്ചിട്ട് എന്റെ ജീവനെ നിലനിർത്തണ്ട, കർത്താവിന്റെ കരുത്തിലേക്ക് ജീവനും മരണവും കൊടുത്ത് അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് വചനം എന്നെ ഒത്തിരി ബലപ്പെടുത്തി. കർത്താവിന്റെ ശബ്ദം ഇത്രയും കീമോയിലും കർത്താവിന്റെ ശബ്ദം എന്നെ കേൾപ്പിക്കുവാൻ കർത്താവ് എന്നെ ഇടയാക്കി. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഒത്തിരി അനേകർ എന്റെ ഒരു സാക്ഷി അനേകർക്ക് ഒരു ബലമാകട്ടെ എന്നുള്ള ഒരു ഇതിലാണ്. അനേക കഷ്ടങ്ങളിൽ ഇരിക്കുന്നവരെ ആശ്വസിപ്പാൻ കർത്താവ് എന്നെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ അവസ്ഥകളിലെല്ലാം. അതാണ് എന്റെ സാക്ഷ്യത്തിലൂടെ പറയാനുള്ളത്. അങ്ങനെ വീട്ടിൽ വന്നു ഫുഡൊന്നും കഴിക്കാൻ മേല. പുക്കിളിന്റെ അവിടെ ഒരു ഭാഗത്തായിട്ട് ഒരു വേദന തുടങ്ങി. നല്ലതായിട്ട് വേദന അവിടെ അനുഭവിച്ചു തുടങ്ങി. ഒന്നും കഴിക്കാൻ മേല, വെറും ഒരു വെള്ളം പോലും ഇറക്കാൻ മേല. ഇറക്കിയാൽ തന്നെ വേദന കൂടി. ആ സമയത്തൊക്കെ നല്ല വേദന അനുഭവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിന്റെ ശബ്ദം എന്നെ കേൾപ്പിച്ചു, അടുത്ത ഡോസ് നീ എടുക്കുകയില്ല, ഒരു ഡോസ് നീ എടുക്കുകയില്ലെന്ന് എന്നെ ഒരു ശബ്ദം കേൾപ്പിച്ചു. കർത്താവിന്റെ ആത്മാവ് എന്നെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ടിരുന്നു. ഞാൻ അത് അയച്ചാരോട് വന്ന് പറഞ്ഞു. വീട്ടില് മാതാവ് അന്നേരം പെട്ടെന്ന് കടന്നു വരികയുണ്ടായി. 10ാമത്തെ കീമോയിൽ എന്റെ മാതാവ് ഇതൊന്നും അറിയുന്നില്ല, ഒരു ചെറിയ സർജറിയാണ് ഉണ്ടെന്നുള്ള രീതിയിൽ എന്റെ മാതാവ് കടന്നു വരുന്നത്. പിന്നീടാണ് ഞാനിങ്ങനെ കീമോയിലൂടെ കടന്നു പോകുന്നതൊക്കെ മാതാവ് അറിയാനിടയായത്. അങ്ങനെ ഈ കർത്താവ് ഈ ചെറിയൊരു ഡോസ് എടുക്കുകയില്ല എന്നുള്ളൊരു ശബ്ദം എന്നെ കേൾപ്പിക്കാനിടയായി. പിറ്റേ പ്രാവശ്യം കീമോയിലോട്ട് കടന്ന് 2ാമത്തെ ആഴ്ച കീമോ അടുത്ത ഡോസ് എടുക്കാൻ വേണ്ടി 14ാമത്തെ കീമോ എടുക്കാൻ നേരം സ്റ്റാഫ് എന്റെ അടുത്ത് വരുന്നുണ്ട്. ഞാൻ കംപ്ലൈന്റ് എല്ലാം പറയുന്നുണ്ട്. എനിക്ക് വയറിന് നല്ല വേദനയുണ്ട്, പ്രയാസമുണ്ട്, എനിക്ക് എന്നാന്നറിയത്തില്ല, ഒന്നും കഴിക്കാനും പറ്റുന്നില്ല എന്നുള്ളത്. അപ്പം എന്നോട് പറഞ്ഞു പ്രീ മെഡിക്കേഷൻ എടുക്കാത്തയായിരിക്കാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ. ബ്ലഡ് ടെസ്റ്റ് എന്റെ എടുത്തത് കഴിഞ്ഞ ദിവസം തന്നെ, അതായത് ഡിസംബർ 25, 26 എടുത്തത്. ആ സമയങ്ങളിലെല്ലാം ലാബ് എല്ലാം ക്ലോസ് ആയിരുന്നു. അപ്പൊ അന്നേരം ഞാൻ ആ സ്റ്റാഫിനോട് ആ സമയത്ത് വൈറ്റ്സ് ആയിരുന്നു എന്റെ അടുത്ത് ആ കീമോ എടുക്കാൻ വേണ്ടി. ഓരോ സ്റ്റാഫും ഡിഫറെന്റ് ആയി കീമോ ഓരോ സ്റ്റാഫുകളാണ് എടുക്കുന്നത്. ഓരോ പ്രാവശ്യം പോകുമ്പോഴത്തേക്ക് ഓരോ യൂണിറ്റിലാ, ABC ബ്ലോക്കിലാ എടുക്കുന്നത്. അപ്പൊ ഈ സ്റ്റാഫിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഒന്ന് ആ ബ്ലഡ് ടെസ്റ്റ് ഒന്ന് നോക്കാവോ എന്റെ, അതിലെന്തെങ്കിലും വേരിയേഷനോ. പെട്ടെന്ന് അവര് ബ്ലഡ് ടെസ്റ്റ് പോയി നോക്കാനിടയായി. എന്താണോ ദൈവാത്മാവ് ആ സമയം ദൈവാത്മാവ് അവരോട് തോന്നിച്ചതായിരിക്കാന്ന് വിചാരിക്കുന്നു. പോയി നോക്കുമ്പോ പിന്നെ പേജിങ്ങും എല്ലാം കേൾക്കുന്നത് എന്റെ ലിവർ എംസൈം അധികമായി. ഒരു 90 വരണ്ടിയെടുത്ത് ഏകദേശം ഒരു 900 എബോയിൽ പോയി. പിന്നെ എനിക്ക് ആ ഒരു ഡോസ് തരുമായിരുന്നെങ്കിൽ എന്റെ ലിവർ അടിച്ചു പോയേനെ, ഞാൻ ഈ ലോകത്തിൽ കാണത്തില്ലാത്ത ഒരു വ്യക്തിയായേനെ. അതാണ് ദൈവാത്മാവ് അതിനു മുമ്പായിട്ട് ഡോസ് എടുക്കത്തില്ല എന്ന് പറഞ്ഞു. വില കൂടിയ പിന്നീട് ഞങ്ങൾ ആ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കി അത് വില കൂടിയ ഒരു ഇഞ്ചക്ഷൻ ആയിരുന്നു. അത് ഹോർമോൺ തെറാപ്പിയാണ്. ആ തെറാപ്പി അന്ന് എനിക്ക് എടുക്കേണ്ടതായിരുന്നു. 5 ഡോസ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് മറ്റേ പുറയിലുള്ള കീമോയിലെല്ലാം. പക്ഷെ ഈ മെഡിസിൻ, ഈ ഇഞ്ചക്ഷൻസ് അന്ന് എടുത്തു പോയിരുന്നെങ്കിൽ എന്റെ ലിവർ അന്ന് ഇതായി പോയേനെ. ഹൈ ലിവർ എംസൈം അധികമായിട്ട് ലിപ്പേസ് നാട്ടിൽ പറയുന്ന ആ എംസൈം അധികമായി എന്തെങ്കിലും സംഭവിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു അവരോട് ഇനി എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് എമർജൻസിയിലോട്ട് പോകേണ്ടതായിട്ട് വരും, എന്തെങ്കിലും മെഡിക്കേഷൻ അന്നേരം അവർ തരും എന്നുള്ള രീതിയിൽ. ആർക്കും ഇതിലൊന്നും ഡോക്ടേഴ്സിന് ഒന്നും പറയാൻ പറ്റത്തില്ല എന്ത് സംഭവിക്കും ഈ രോഗിക്കെന്ന്. അതായത് കർത്താവിന്റെ ആ ഒരു ബലമായ ശക്തിയാണ് എന്നെ ഇത്രത്തോളം മുന്നോട്ട് നയിച്ച. അനേകരുടെ പ്രാർത്ഥന അതിന് ബലമായിരുന്നു. ഇത്രത്തോളമുള്ള സാമ്പത്തികമായും എല്ലാം കർത്താവിന്റെ കരമാണ്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അത്രയേ ഉള്ളൂ പറയാനുള്ള വലിയൊരു സാക്ഷ്യം. പറഞ്ഞു വന്നത്, നമ്മൾ പ്രാർത്ഥിച്ച് ഒരു ചികിത്സയ്ക്ക് പോവുകയാണെങ്കിൽ അതിനകത്ത് വലിയ ദൈവത്തിന്റെ കരുതലുണ്ട്. സ്തോത്രം.
ഹല്ലേലൂയ. രാജിയെ ആ മെഡിക്കേഷൻ അന്ന് എടുത്തിരുന്ന ഒരു പക്ഷെ രാജിയുടെ ബ്ലഡ് ടെസ്റ്റിനകത്തുള്ള ആ കൗണ്ട്, വെളിപ്പെട്ട് വന്ന ആ കൗണ്ട്, ലൈഫേസിന്റെ കൗണ്ട് ഒത്തിരി ഹൈ ആയിരുന്നു. ഒരു പക്ഷെ അന്ന് രാജി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകായിരുന്നു. പക്ഷെ അതിനെ തടയുന്ന ഒരു പരിശുദ്ധാത്മാവ്, സ്തോത്രം, ആ നേഴ്സിനെ എടുക്കാൻ കഴിയാതെ വണ്ണം രാജിയുടെ അടുത്തോട്ട് വരാതെ തടഞ്ഞുകൊണ്ടിരിക്കുക. നേഴ്സിന് തന്നെ മനസ്സിലാകുന്നില്ല എന്തുവാ വാട്ട്സ് ഹാപ്പനിങ്. പുള്ളിക്കാരിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. പുള്ളിക്കാരി സിറിഞ്ചുമായിട്ട് വരുന്നുണ്ട്, മരുന്നുമായിട്ട് വരുന്നുണ്ട്, പക്ഷെ എടുക്കാൻ പറ്റുന്നില്ല. പുള്ളിക്കാരിയെ മടക്കി വിട്ട് ഒന്നുകൂടെ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് ചെക്ക് ചെയ്യിച്ച് അതിനകത്തുള്ള അപാകതകളെ കാണിച്ച് വേരിയൻസ് കാണിച്ചിട്ട് ആ മെഡിക്കേഷൻ ക്യാൻസൽ ചെയ്യിച്ച ഒരു ദൈവം, സ്തോത്രം. നമ്മളെ കടത്തിവിടുന്ന ഓരോ പാതയിലും കർത്താവിന്റെ വലിയ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യാൻ. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും അവന്റെ വടിയും കോലും നമ്മളെ ആശ്വസിപ്പിക്കുന്നതാണ്. ഞാൻ എന്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ആ സമയങ്ങളിലാണ് അതിനിടയിൽ ഈ റേഡിയേഷന്റെ ഒക്കെ ആ ഭാഗത്തോട്ട് വരുമ്പോ മുടി മുഴുവൻ പോയി, ആള് വേറൊരു കോലത്തിലാണ്. അപ്പോ ആ സമയത്താണ് ഞങ്ങളുടെ ചേച്ചിന്ന് പറയുന്നത് എനിക്കൊരു ഓർഡിനേഷൻ തരാനുള്ള, മിനിസ്ട്രിയിൽ ഓർഡിനേഷൻ തരാനുള്ള ഒരു സമയമായി എന്നുള്ളത് ചേച്ചുകാര് ആഗ്രഹിച്ച് ആ രീതി മുമ്പോട്ട് നീങ്ങുകയാണ്. അപ്പൊ എന്നോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. ഞാൻ ആദ്യം ഒറ്റ വായി പറഞ്ഞു രാജിയുടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് മതി എന്നുള്ളത്. ഞാൻ പക്ഷെ രാജി എന്നോട് പറഞ്ഞ ഒരു വാക്കാണ് അതിനകത്ത് ഒത്തിരി ആത്മീക പാന്താവ് ഞങ്ങളെ മുൻപോട്ട് നയിച്ചത്. അതിങ്ങനെയാണ്. രാജി പറഞ്ഞു ഓർഡിനേഷൻ കഴിഞ്ഞുള്ള റേഡിയേഷൻ മതി. സ്തോത്രം. അപ്പോ ഞാൻ പറഞ്ഞു അപ്പൊ നിനക്ക് ഒന്ന് പങ്കെടുക്കാൻ പറ്റുമോ അതിനകത്ത്, ഈ ഫംഗ്ഷന്? ഈ ദേശത്തുള്ള ദേവദാസന്മാർ, ദൈവസഭകളെല്ലാം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വരും, നിനക്ക് പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ഞാൻ അതിന്റെ ഒരാഴ്ച മുമ്പ് എന്ത് ചെയ്തു, ഒരു വിഗൊക്കെ മേടിച്ചോണ്ട് വന്നു ഇടാൻ വേണ്ടി ആൾക്ക് അതിനകത്ത് പങ്കെടുക്കാൻ ഓക്കെ പറഞ്ഞപ്പോ. അപ്പോ രാജി പറയാണ് വിഗൊന്നും വേണ്ട, ഐ ആം ഗോയിങ് ടു പ്രസന്റ് ആസ് ഐ ആം. ഞാൻ ഉള്ളതുപോലെ തന്നെ പ്രസന്റ് ചെയ്യാൻ. കർത്താവ് ഉണ്ടല്ലോ നമ്മളെ കടത്തിവിടുന്ന പാതയിൽ. അപ്പൊ അതുപോലെ വന്ന് രാജി ആ ഫംഗ്ഷനിൽ പങ്കെടുത്തു. ഞാൻ പറയുന്നത് ദൈവത്തിന്റെ ഓരോ പദ്ധതികൾക്കകത്ത് നമ്മൾ ഈൽഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കർത്താവിന്റെ മഹത്വം ഓരോന്നിലും വെളിപ്പെടും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോ പാസ്റ്റർ ഈ കാര്യം കൂടെ പറഞ്ഞ് എനിക്ക് അറിയാൻ സമയം ഒത്തിരി പോയെന്ന്. ഇങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് കോട്ടയത്തുള്ള ദേവദാസന്മാർ ഒത്തിരി സീനിയർ പാസ്റ്റേഴ്സ് എന്നോട് വിളിച്ചിട്ട് പറയാ ഇവിടുത്തെ ഡിസ്ട്രിക്ട് കൺവെൻഷൻ ആണ് IPCയുടെ, അജുവിനെ വന്ന് ശുശ്രൂഷിക്കാമെന്ന് ചോദിച്ചു ഒരു ദിവസം. അപ്പം ഫിന്നി പാസ്റ്ററെ, നാട്ടില് അതും കോട്ടയത്ത് വേറെ ദേവദാസന്മാരൊന്നും, എത്രയോ ശ്രേഷ്ഠരായ ദേവദാസന്മാരുള്ളിടത്ത് നമ്മുടെ പേര് അവര് ചോദിക്കണമെങ്കിൽ അതിനകത്തൊരു ആത്മീക നിയോഗമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞ പെട്ടെന്ന് സ്തംഭിച്ചു പോയി. ഞാൻ പറഞ്ഞ ദേവദാസൻ 2 ദിവസം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു ഉത്തരം പറയാൻ. കാരണം ഞങ്ങളുടെ മുമ്പിലുള്ള സാഹചര്യങ്ങളെല്ലാം പർവ്വതങ്ങളാണ്. മുൻപിൽ ഒന്നും അനുകൂലമായിട്ടില്ല. അതിനകത്ത് ഏറ്റവും വലുതെന്ന് പറയുന്നത് കാനഡ, ഇന്ത്യയിലോട്ടുള്ള വിസ അടിക്കുന്നില്ല. പഞ്ചാബികളുടെ ഒരു ഇഷ്യൂ കാരണം അത് ജസ്റ്റ് അന്ന് ആ സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കും. രണ്ടാമത്തത് ഖാലിസ്ഥാന്റെ ഒരു വിഷയം കാരണം. രണ്ടാമത്തത് രാജിയുടെ ഡോക്ടർ ഫിറ്റ് ടു ട്രാവൽ സൈൻ ചെയ്യത്തില്ല. മൂന്നാമത്തത് എനിക്ക് എന്റെ ജോലിയിൽ നിന്ന് ഒരു ഓഫ് കിട്ടത്തില്ല ആ സമയങ്ങളിൽ. ഡിസംബർ മാസമാണ്. 1 വർഷം മുമ്പേ നമ്മൾ അത് സൈൻ ചെയ്ത് കൊടുക്കണം, റിക്വസ്റ്റ് കൊടുക്കണം. അങ്ങനെ പർവ്വതത്തിന്റെ മലകൾ 1, 2, 3, 4 ഇങ്ങനെ ചുറ്റിനും നിൽക്കുക. എല്ലാ രീതിയിലും പ്രതികൂലമാണ്. രാജിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയുള്ള ആരോഗ്യം ആ സമയത്തില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും ഒരു വ്യത്യസ്ത നിലയിൽ ഇടപെടുകയാണ്. പാസ്റ്റർ എന്നോട് ചോദിച്ചു, നീ വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. ഇത്രയുള്ള ആൻസർ, നീ വിശ്വസിക്കുന്നുണ്ടോ? അത്രയും ശബ്ദം കേട്ടാ പിന്നെ നമുക്ക് വിശ്വാസമാണല്ലോ. ഞാൻ ദേവദാസന്മാരോട് പറഞ്ഞു ഞങ്ങൾ വരുമെന്ന് പറഞ്ഞു. ഒന്നുമില്ല, എല്ലാം പ്രതികൂലമാ. വരുമെന്ന്, വിസ അടിക്കത്തില്ല. അന്നേരം വരുമെന്ന് പറയണമെങ്കിൽ ഒരു പൊട്ടന. പല സമയത്ത് അങ്ങനെയല്ലേ പാസ്റ്ററെ, നമ്മളെ ആത്മീക മേഖലയിലും ദൈവം ആഗ്രഹിക്കുന്ന ചില മേഖലകളിൽ അങ്ങ് പൊട്ടനാകാൻ, ദൈവശബ്ദത്തിന് മുമ്പ് പൊട്ടനാകാൻ ആഗ്രഹിക്കും. സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്ന പൊട്ടനായി വിട്ടുകൊടുക്കാൻ. ഞാൻ അങ്ങ് വിളിച്ചു പറഞ്ഞു വരുവാന്ന് പറഞ്ഞു. അവരിപ്പോ നോട്ടീസ് അടിച്ചു. അതിനകത്തുള്ള ദേവദാസന്മാരുടെ കൂടെ എന്റെ പേരും ചേർത്തു. അങ്ങനെ ഞങ്ങൾ ആദ്യം രാജിയുടെ ഡോക്ടറിനെ അപ്രോച്ച് ചെയ്യാം. ഡോക്ടർ അന്ന് വരെ അതിന്റെ 1 മാസം മുമ്പ് വരെ ഒത്തിരി നല്ലൊരു പാവം ഡോക്ടർ, എന്ന് വെച്ചാൽ വളരെ ശാന്തനും സുമുഖനുമായിട്ടുള്ള ഒരു വൈറ്റ് ഡോക്ടറായിരുന്നു. 30-35 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഓൺകോളജിസ്റ്റ് ആയിരുന്നു രാജി നോക്കിക്കൊണ്ടിരുന്നത്. അദ്ദേഹം റിട്ടയർ ആയി. അത് കഴിഞ്ഞ് വന്നത്
ഒരു ചൈനക്കാരി ലേഡി ഡോക്ടറാ. പുള്ളിക്കാരി എന്ന് വെച്ചാൽ ഈ നാട്ടിൽ നമ്മൾ പറയത്തില്ലേ, എടുത്തുചാട്ടക്കാരി, ഭയങ്കര ഭയങ്കര രോഗികളോട് ഇടപെടാവുന്ന രീതി വ്യത്യസ്തമാ. ആ പുള്ളിക്കാരിയോട് ഞങ്ങൾ പോയി പയ്യെ പ്രസന്റ് ചെയ്യുക, ഞങ്ങൾക്ക് നാട്ടിൽ പോണം ഡോക്ടർ, അതിനുവേണ്ടി ഒന്ന് ഫിറ്റ് ടു ട്രാവൽ സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് തരണം. അപ്പൊ ഞങ്ങളുടെ മുമ്പിൽ ഇരുന്ന ഡോക്ടർ ഒറ്റ ചാട്ടത്തിന് പുറത്ത് ചാടി. പോകുന്ന വഴിക്ക് ഞങ്ങളോട് പറഞ്ഞു, യു ഗൈസ് ആർ ഗോയിങ് ടു ക്യാൻസൽ മൈ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ലൈസൻസ് ചെയ്യും. നിങ്ങൾ എന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഒപ്പിക്കുന്നതെന്ന് ചോദിച്ചു. ഒറ്റ പോക്ക ഡോറും അടച്ച്. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവ് നീ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചിട്ട് ഞാൻ അവിടെ പറഞ്ഞു, അപ്പച്ചൻ അത്ഭുതം ചെയ്യണം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പം പാസ്റ്ററെ, ഈ ചാടിപ്പോയ പുള്ളിക്കാരി പുലി പോലെ പോയ ആൾ എലി പോലെ മടങ്ങി വരിക. ഞങ്ങളോട് പറയാ, ഞാൻ സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, റിസപ്ഷനിൽ നിന്ന് മേടിച്ചോളാൻ പറഞ്ഞു. ആമേൻ. നമ്മുടെ കർത്താവിന് ഏത് അധികാരികളോടും സംസാരിക്കാൻ പറ്റും. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ തന്നെ വിസയുടെ ഇഷ്യൂ, പെട്ടെന്ന് വിസയുടെ കാര്യങ്ങൾ റെസ്യൂമായി കോൺസുലേറ്റിൽ അവര് റെസ്യൂം ചെയ്യിച്ചു എന്നറിഞ്ഞു. പക്ഷെ ബൾക്ക് വിസ ആപ്ലിക്കേഷൻസ് കിടക്കുകയാണ് ഇവിടുത്തെ ഓഫീസുകളിൽ. അപ്പൊ പെട്ടെന്നുണ്ട് ഇവിടുത്തെ ഒരു ദേവദാസന്റെ പിതാവ് അന്തരിച്ച വാർത്ത കേൾക്കുന്നു. ആ ദേവദാസിനെ ഞാൻ വിളിക്കുകയാണ്. ഇവിടുത്തെ ലോക്കൽ ഫോൺ നമ്പർ വിളിച്ചു കിട്ടുന്നില്ല. സാധാരണ ആ രീതിയിൽ നമ്മൾ അങ്ങ് കണ്ടോളൻസ് അറിയിക്കുന്ന പരിപാടി അതോടെ നിർത്തേണ്ടതാണ്, കാരണം കിട്ടുന്നില്ല. 1-2 പ്രാവശ്യം വിളിച്ചിട്ട്. പക്ഷെ ആരോ എന്നോട് പറഞ്ഞു വാട്സപ്പിൽ വിളിക്കും. വാട്സപ്പിൽ വിളിച്ചപ്പോൾ അദ്ദേഹം നാട്ടിലെത്തി. അപ്പൊ ഞാൻ ദേവാസിനോട് ചോദിച്ചു, എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് നാട്ടിലെത്തിയത്? ബിസി ഒന്നും അടിക്കുന്നില്ലല്ലോ ദേവാസൻ. അന്നേരം പറഞ്ഞു, എനിക്ക് അവിടെ BLS ഒരു ഓഫീസിൽ ഒരു കോണ്ടാക്ട് കിട്ടി, ഒരു പഞ്ചാബി ലേഡി കോണ്ടാക്ട് കിട്ടി. ആ പുള്ളിക്കാരി എനിക്ക് പെട്ടെന്ന് എല്ലാം വിസ അടിച്ചു തന്നു. അപ്പൊ ആരാ എന്നെ കൊണ്ട് വിളിപ്പിച്ച? ആ ദേവദാസനെ വിളിച്ച് കണ്ടോളൻസ് പറയിപ്പിച്ചത് ദൈവത്തിന്റെ ആത്മാവാണ്. ആ നമ്പർ മേടിച്ചിട്ട് ഞങ്ങളുടെ വിസ വിതിൻ 5 days വീട്ടിൽ 4 പേർക്കും അടിച്ച് ദൈവം തിരിച്ചു തന്നു. മൂന്നാമത് എന്റെ ജോലി സ്ഥലത്ത് നിന്ന് ഞാൻ മടിച്ച് എന്റെ മാനേജറോട് പറയാണ്, എനിക്ക് ബാക്ക് ഹോം പോകണം, ഇന്ത്യയിൽ പോകണം, എനിക്ക് അവധി വേണം. അദ്ദേഹം പെട്ടെന്ന് ചോദിച്ചു, നീ എന്നെ പറയുന്നു, നേരത്തെ പറയാൻ മേലായിരുന്നു. ഇപ്പം ഡിസംബറിൽ എന്ന് വെച്ചാൽ ബൾക്ക് എല്ലാവരും നാട്ടിൽ പോണ സമയമാണ്. ഓൾറെഡി എല്ലാം പ്ലാൻഡ് ആണ്, വെൽ പ്ലാൻഡ്. ഒരാളെ മാറ്റി അവരുടെ എല്ലാ മാൻ പവർ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയും. അപ്പം പുള്ളി ആദ്യം ഒന്ന് ദേഷ്യപ്പെട്ടെങ്കിലും ഇങ്ങനെ തല കുനിച്ച് കുറെ നേരം താഴോട്ടിരുന്നു, ഒന്നും മിണ്ടുന്നില്ല എന്നോട്. ഇച്ചിരി കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, നിനക്ക് എത്ര ആഴ്ച പോകേണ്ടിയെന്ന്. അപ്പൊ ഞാൻ എന്റെ വായിന്ന് പാസ്റ്ററെ മനുഷ്യന്റെ നമ്പർ പറഞ്ഞു പോയി, 6 weeks എന്നങ്ങ് പറഞ്ഞു. ഞാൻ പിന്നെ ഓർക്കുക 7 weeks ദൈവത്തിന്റെ നമ്പർ പറഞ്ഞാണ്. പ്രൈസ് ലോർഡ്. 6 weeks പറഞ്ഞപ്പോ 6 weeks അടിച്ച് പൊക്കോളാം. പ്രൈസ് ഗോഡ്. അങ്ങനെ ഞങ്ങള് അതിന്റെ 1 മാസം മുമ്പ് ഈ സംഭവത്തിന്റെ പാസ്റ്ററെ എഗെയിൻ പ്രവചനങ്ങൾ നിന്നുപോയിട്ടില്ല. എനിക്ക് 1-2 ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ, ക്ലോസ് ഫ്രണ്ട്സ്, സഹോദരങ്ങള്. ഞങ്ങള് ഫോൺ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കും. എന്ന് വെച്ചാൽ അന്യഭാഷയിൽ ഒത്തിരി സമയം അങ്ങനെ സംസാരിച്ച് സമയം കിട്ടുമ്പോഴൊക്കെ രാത്രിയാമങ്ങളിലൊക്കെ, അത് മാത്രമേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. അന്യഭാഷയിൽ സംസാരിക്കുക, ദൂതുകളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അപ്പൊ ഒരു സഹോദരൻ എന്നോട് പറയാണ്, അബുദാബി അബുദാബി അബുദാബി. ഞാൻ ചോദിച്ചു, അബുദാബിയിൽ എന്നാ പറ്റി? അന്നേരം പറഞ്ഞു, അബുദാബിയിൽ ദേവദാസൻ ശുശ്രൂഷിക്കുന്നത് കാണുന്നു. ഒരു പദ്ധതിയില്ല, കാൽഗറിയിൽ നിന്ന് ഇപ്പൊ പോകാനൊന്നും ഒരു പദ്ധതിയില്ല, എങ്ങോട്ടും പോകാൻ അങ്ങനെയുള്ള ഒരു സാഹചര്യമല്ല. അന്നേരമാണ് ദൈവാത്മാവ് ദൂത് പറയുന്നത്. അങ്ങനെ പാസ്റ്റർ ഈ കാര്യങ്ങൾ വർക്കൗട്ട് ആയപ്പം ടിക്കറ്റ് നോക്കി വന്നപ്പോ ഏറ്റവും ചീപ്പ് ടിക്കറ്റ് കിടക്കുന്ന അബുദാബി വഴി. അപ്പൊ പോണ വഴിക്ക് 2 ദിവസം അവിടുത്തെ ചർച്ചിൽ ശുശ്രൂഷിച്ചിട്ട് നാട്ടിലോട്ട് പോയി. കർത്താവ് പോഷ്ക്ക് സംസാരിക്കുന്ന ദൈവമല്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രവചനങ്ങളൊന്നും നിന്നുപോയിട്ടില്ല. അങ്ങനെ നാട്ടിൽ കടന്നുപോയി പല സ്ഥലങ്ങളിൽ പോകാനും അതിനകത്ത് ഏറ്റവും ഞങ്ങൾ ടച്ച് ചെയ്ത് ഒത്തിരി കൺവെൻഷനിലൊക്കെ പ്രീച്ച് ചെയ്യാനൊക്കെ ദൈവം കൃപ തന്നു. പക്ഷെ അതിനേക്കാളൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഒന്നിച്ച് ഞങ്ങൾക്ക് ഒരു മിഷൻ ട്രിപ്പൊക്കെ പോകാൻ പറ്റി. കമ്പം, തേനി, ആ മുന്തിരിത്തോട്ടങ്ങളുടെ അകത്തോട്ട് പോകുമ്പോ ഒത്തിരി ജനങ്ങളുണ്ട്. ഈ കാലൊടിഞ്ഞതും ചീഞ്ഞു കിടക്കുന്നതും മരണത്തോട് ഇങ്ങനെ മല്ലടിച്ച് കിടക്കുന്ന അങ്ങനത്തെ സ്ലം ഏരിയാസ്, അതിനകത്തൊക്കെ പോയി മറ്റൊരു ദേവദാസന്റെ കൂടെ പോയി ശുശ്രൂഷിപ്പാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു മിഷൻ ട്രിപ്പ് ഒക്കെ ദൈവം തന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഏറ്റവും ഇമ്മ്യൂൺ ടൈം ലോ ആയി കിടക്കുന്ന സമയത്ത് രാജിക്കും അവിടെയൊക്കെ വരാനും
ആ സ്ലം ഏരിയയിൽ നിന്ന് വളരെ സ്നേഹത്തോടെ ആ അക്കമാര് തമ്പിമാരൊക്കെ തരുന്ന പച്ചവെള്ളം, ഇങ്ങനെ ചെളിയൊക്കെ നിറഞ്ഞ വെള്ളമായിരിക്കും, അതൊക്കെ കുടിപ്പാൻ ദൈവം കൃപ കൊടുത്തു. ഒരസുഖവും വന്നിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. എവിടെയൊക്കെയോ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ജനത്തോട് ദൈവത്തിന്റെ ആത്മാവി അനുഭവ സാക്ഷ്യത്തിലൂടെ പറയുകയാണ്, ദൈവത്തിന് വേണ്ടി നമ്മൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുമ്പോൾ അപാരമായ പ്രൊവിഷനുകൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ. അവൻ വിശ്വസ്തനായ ദൈവമാണ്, അവൻ അത്ഭുതവാനായ ദൈവമാണ്. ആ കർത്താവിനെ ഞങ്ങൾ ഒരുമിച്ച് സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും മറ്റൊരു സിറ്റിയിലൊക്കെ പോയി ശുശ്രൂഷിപ്പാനൊക്കെ ദൈവം കൃപ തന്നു, ഒരുമിച്ച് ട്രാവൽ ചെയ്യാനും ഒക്കെ. കർത്താവ് അങ്ങനെ അത്ഭുതകരമായി ഞങ്ങളെ ആത്മീക പാന്താവുകളിലേക്ക്, നോർമൽ ലൈഫിലേക്കെല്ലാം മടക്കിക്കൊണ്ടുവരികയാണ്. സ്തോത്രം. അപ്പൊ തന്നെ ഇവിടുത്തെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കാനൊക്കെ ദൈവ ഈ ദിനങ്ങളിൽ മുഖാന്തരം എന്റെ സീനിയർ പാസ്റ്റർ മറ്റൊരു കൺട്രി പോയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാറ്റിനകത്തും ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. സ്തോത്രം. നമ്മളെ കൊണ്ടുപോകുന്ന ഓരോ വഴികൾക്കകത്തും കർത്താവിന് അതിമഹത്തായ പദ്ധതികൾ. സ്തോത്രം. പിന്നെ പാസ്റ്റർ ഒറ്റ കാര്യം ഇവിടെ പറഞ്ഞിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം. ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയി നിൽക്കുന്ന ജീവിതത്തെ അല്ല ദൈവം നോക്കുന്നു. ദൈവത്തിനെ ഞാൻ ഏത് വചനം ശുശ്രൂഷിപ്പാൻ എടുത്താലും എന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പം ദൈവാത്മാവ് ഒരു പ്രത്യേക വചനഭാഗത്തൂടെ കൊണ്ടുപോകും. അതെന്നോടുള്ള ദൂത് ഒന്നുകൂടെ റിമൈൻഡ് ചെയ്ത് ഓർപ്പിച്ചിട്ട് ജനത്തോട് ദൂത് പറയിക്കാൻ വേണ്ടി. എന്താണെന്നറിയാവോ? ഈ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ലാസ്റ്റ് ചാപ്റ്ററിൽ പത്രോസും ബാക്കി 7 പേര് ഒന്നിച്ച് പോകുന്ന ആ പടകുണ്ടല്ലോ, ആ പടക് അന്ന് പ്രഭാതയാമത്തി, നമ്മുടെ പ്രഭാഷണ ഭാഷയിൽ പറയുമ്പോ പ്രഭാത സൂര്യന്റെ പൊൻകിരണങ്ങൾ വെട്ടിമിന്നി ഇറങ്ങുന്ന തിബരിയാസ് കടലിന്റെ തീരത്ത്, അതിലും സ്നേഹത്തിന്റെ ഉജ്ജ്വല പ്രഭയോടുകൂടെ ഇതാ സ്നേഹത്തിന്റെ മൂർത്തിഭാവമായ, ക്ഷമയുടെ മൂർത്തിഭാവമായ യേശു കർത്താവ് നിൽക്കുക. അവരെ നോക്കി അവരെ വിളിച്ച കുഞ്ഞുങ്ങളെ വല്ലതും ഇപ്പൊ പിടിച്ചോണ്ടോ? അവരുടെ പടകൊക്കെ നിറച്ചു കൊടുത്തു. പക്ഷെ അവര് എഴുതിയിരിക്കുന്നത്, അവര് അവിടെ ആ പോട്ട് ടച്ച് ചെയ്ത ഉടനെ അവർ കാണുന്ന ഒരു കാഴ്ചയാണ്, ആ കനലിന്റെ മേൽ ഇപ്പൊ അവർക്ക് വേണ്ടി പ്രിപ്പയർഡ് ആക്കി വെച്ചിരിക്കുന്ന ഫ്രൈഡ് ഫിഷും ബ്രെഡും. ആമേൻ, ഹല്ലേലൂയ. ആ സ്നേഹമാണ് എന്നെ മടക്കിക്കൊണ്ടുവന്ന്, ഞങ്ങളെ പലപ്പോഴും മടക്കിക്കൊണ്ടുവന്ന്. ആമേൻ. എന്നെ ശ്രവിക്കുന്ന യൗവനക്കാരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത്, എവിടെയെങ്കിലുമൊക്കെ പലപ്പോഴും അകന്നു പോകുമ്പോ യേശുവിന്റെ ആഴത്തിലുള്ള ആ സ്നേഹം അത് നമ്മളെ വീണ്ടും മാടി വിളിക്കുകയാണ്. കുഞ്ഞെ, പത്രോസേ, യോഹന്നാനെ, നിന്നെ ഞാൻ കണ്ടിരിക്കുന്നത് ആ ഗലീലക്കടലിന്റെ തിര തള്ളുന്ന ആ കായലോളങ്ങളിൽ മീൻ പിടിച്ച് നടക്കാനല്ല. നിന്നെ ഞാൻ കണ്ടിരിക്കുന്നത് എവിടെയൊക്കെയോ പരിശുദ്ധാത്മ പകർച്ചയുടെ ശുശ്രൂഷകൾ ശക്തിയോടെ അവാച്യമായി ഇറങ്ങി പ്രതിഫലിക്കുന്ന ആ മാളികമുറിയുടെ അൾത്താരകളിൽ പരിഹസിക്കുന്ന ചിലതിന് നടുവിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ള ക്രൂശിന്റെ വചനങ്ങൾ ശക്തിയോടെ വിളിച്ചു പറയാനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോഹന്നാനെ, നിന്നെ ഞാൻ കണ്ടിരിക്കുന്നത് എവിടെയൊക്കെയോ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ മുടന്തു ബാധിച്ചിരിക്കുന്ന ചിലതിന് കരം കൊടുത്ത് വെള്ളിയും പൊന്നും അല്ല, അതിനപ്പുറത്ത് എനിക്ക് തരുവാനുള്ളത് യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞ ചിലതിനെ ആലയത്തിനുള്ളിലേക്ക് ശക്തിയോടെ പത്രോസിനോട് ചേർന്ന് നിന്ന് മുൻപോട്ട് നയിക്കുന്ന ഒരു യോഹന്നാനെയാണ്. ഹല്ലേലൂയ. അതുപോലെ ആ സ്നേഹമാണ് എന്നെ മടക്കി കൊണ്ടുവന്നത്. ആ കർത്താവിനെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഇത്രയും അനുഭവങ്ങളിലൂടെയൊക്കെ കൊണ്ടുപോയപ്പോ കർത്താവ് വിശ്വസ്തനായിരുന്നു, അവൻ മാറാത്തവനായിരുന്നു, അവൻ കൂരിരുണ്ട താഴ്വരയിൽ നമ്മളെ കൈവിടുന്ന ദൈവമല്ല. ഇന്ന് പകൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ കൈവിടാത്ത നല്ല നാഥനാണ്. ആ സ്നേഹത്തിന് മുൻപിൽ ഒന്നുകൂടെ വിട്ടുകൊടുത്ത് ഈ ദിനങ്ങളിൽ ശക്തമായ മടങ്ങിവരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഇതിനകത്ത് കർത്താവ് ചിലരെ ശക്തമായി ഈ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ സഹായിക്കട്ടെ. സകല മഹത്വവും കർത്താവിന് ഞങ്ങൾ അർപ്പിക്കുകയാണ്. എത്രത്തോളം സമയം അനുവദിച്ച കർത്താവിന്റെ ദാസൻ ഫിന്നി പാസ്റ്ററിനോടും സാൻഡി സിസ്റ്ററോടും ഈ മീഡിയയോടും ഉള്ള നന്ദി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടെ നന്ദിയോടെ ഓർക്കുന്നു പാസ്റ്റർ വർഗീസ് ബേബിയെ ഇതിനു വേണ്ടി ഒരു മുഖാന്തരം ഒരുക്കിയത്. ഞങ്ങൾ ഒരിക്കലും ആവശ്യപ്പെടാതെ കർത്താവ് ഒരുക്കി തന്ന ഈ നല്ല ചാനലിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവനാമം മഹത്വം എടുക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ, ഇത്തിരി കാര്യങ്ങൾ പാസ്റ്റർ പഠിച്ചു. അത് ഇത് കേൾക്കുന്ന ദൈവമക്കൾക്ക് അനുഗ്രഹമായി തീർന്നു. നമ്മൾ പഠിക്കുന്ന പാഠങ്ങളല്ലേ, അത് കേൾക്കുന്നവർക്ക് ഒരു അനുഭവമായിട്ട് പാഠമായിട്ട് തീരുകയാണ്. നമ്മൾ വേദനയിലൂടെ കടന്നുപോയി, പക്ഷേ അനേക ദൈവമക്കൾക്ക് അത് ജീവിതത്തിൽ ട്യൂഷൻ ഫീസ് കൊടുക്കാതെ പഠിക്കത്തക്കവണ്ണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഫസ്റ്റ് ആളുകൾ പറയും അനുഭവത്തിൽ നിന്നാണ് പഠിക്കേണ്ടതെന്ന്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ട്യൂഷൻ ഭയങ്കര വലുതാണ്. അപ്പോൾ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് നാം പഠിക്കുകയാണെങ്കിൽ
നമ്മൾ വേദനിക്കാതെ നമുക്ക് കാര്യങ്ങൾ പഠിക്കുവാനിടയായിത്തീരും. ദൈവത്തിന് തീർച്ചയായും പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ യൗവനക്കാരോട് പറഞ്ഞത് ഏറ്റവും ബെസ്റ്റ് ടൈം ഒരിക്കലും വേസ്റ്റ് ആക്കാതെ ആമേൻ മടങ്ങി കർത്താവിങ്കിലേക്ക് വന്ന് അക്കൗണ്ടബിൾ ആവാൻ വേണ്ടി സ്തോത്രം. ഇതിനകത്ത് ഒറ്റ കാര്യം കൂടെ ഞാൻ പാസ്റ്റർ അത് പറഞ്ഞോട്ടെ, കുഴപ്പമില്ലല്ലോ. എനിക്ക് ഏറ്റവും വലിയ കൺസേൺ രാജി ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ കുഞ്ഞുങ്ങളെ പറ്റി ഒരു വലിയ കൺസേൺ ഉണ്ടായിരുന്നു. മോൻ അത്രയും ഗ്രേറ്റ് 12 പഠിച്ചുകൊണ്ടിരിക്കുക, മോള് തീരെ കുഞ്ഞാണ്, അവരുടെ കാര്യങ്ങൾ എന്താകും. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല അപ്പച്ചനുണ്ട് സ്തോത്രം. അത് നല്ല മാർക്ക് വാങ്ങി ഇവിടുത്തെ തന്നെ, വേറെ എങ്ങോട്ട് പോകേണ്ടി വന്നില്ല, ഇവിടുത്തെ തന്നെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കൊടുക്കാൻ ദൈവത്തിന് മനസ്സ് തോന്നി സ്തോത്രം. അതുപോലെ അവർക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. മാതാവ് തകർന്നുടഞ്ഞു കിടക്കുന്നത് കാണുമ്പോ തകർന്നു പോകുന്ന ഒരു കുഞ്ഞല്ല, അവിടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ മുട്ടുമടക്കുമ്പോൾ അതിനകത്ത് ഒഴുകിയിറങ്ങുന്ന അഭിഷേകത്തിന്റെ ശക്തിയും സൗന്ദര്യവും നമ്മളെ കുഞ്ഞുങ്ങളെ പണിതെടുക്കും. ആമേൻ. തലമുറകൾക്ക് വേണ്ടി നമ്മൾ ഒത്തിരി ചിന്തിക്കുകയും കരുതുകയും ആവലാതിപ്പെടുകയും വേണ്ട, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഉറങ്ങുമ്പോ അവരുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതി. എന്റെ കുഞ്ഞ് നഷ്ടപ്പെടത്തില്ല, എന്റെ കുഞ്ഞിന്റെ മേൽ നിന്റെ ആത്മാവിനെ, എന്റെ സന്താനത്തിന്റെ മേൽ അങ്ങയുടെ അനുഗ്രഹങ്ങളെ പകരും. അവർ നീർത്തോടിനരികെ അലരി വൃക്ഷം പോലെ പുലുകൾക്കിടയിൽ മുളച്ചു വരും. അവരുടെ വളർച്ച വ്യത്യസ്തമായിരിക്കും സ്തോത്രം. അതങ്ങ് അവകാശം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ നീതി അവരുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും സ്തോത്രം. മാതാപിതാക്കള് ദൈവത്തെ അറിയുമ്പോൾ, അനുഭവിക്കുമ്പോൾ അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ജനുവനാണ്. അതൊരു ചടങ്ങായിട്ട്, അവരൊരു റിലീജിയനായിട്ടല്ല അവർ ഈ വിശ്വാസത്തെ കൊണ്ടു നടക്കുന്നെന്ന് കുഞ്ഞുങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അവരും അത് അനുഭവിക്കാൻ ആഗ്രഹിക്കും. നമ്മുടെ പല ജീവിതങ്ങളിലും പറ്റുന്നത് അവർക്ക് ഈ വിശ്വാസ ജീവിതമൊക്കെ ഒരു ചടങ്ങാണ്. വൈകിട്ട് കുടുംബ പ്രാർത്ഥന വേണം. കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ചടങ്ങ്. ഒരു പാട്ട് പാടുന്നു, ഒരു വചനം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഒരു ചടങ്ങ് പോലെ ഇത് തീരുന്നു. അപ്പോൾ അത് വലിയ ഇൻഫ്ലുവൻസ് ഒന്നും കുഞ്ഞുങ്ങളുടെ മേൽ കൊടുക്കത്തില്ല. പക്ഷേ അപ്പനും അമ്മയും ഒക്കെ ജീവനുള്ളൊരു ദൈവത്തെ അനുഭവിക്കുന്നു, അവർ ശരിക്കും അത് സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്നൊരു ബോധ്യം കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞുങ്ങളും നഷ്ടപ്പെടത്തില്ല, അവരും വളരെ അനുഭവിക്കും. വളരെ കോറായിട്ടുള്ള ഒരു പോയിന്റ് പാസ്റ്റർ പറഞ്ഞ്. അത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന്, എന്റെ അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത് അതിനകത്ത്, ഈ ഞാൻ ഒരുപക്ഷെ ഒരു പ്രയറിനെ പറ്റി ഒരു 1 hour പ്രീച്ചിങ് സെറ്റ് ചെയ്ത് പുൾപിറ്റിൽ നിന്ന് സംസാരിക്കുമ്പോൾ എന്റെ മുമ്പ് ഇരിപ്പുണ്ടാവുമല്ലോ, അതിനേക്കാൾ വലിയ പാഠമാണ് അപ്പൻ ഈ കുടുംബം കടന്നു പോകുന്ന അവസ്ഥയിൽ തകർന്നുടയുന്ന ഒരു കപ്പലിന് നടുവിൽ അപ്പൻ നെടുമ്പാട് വീണ് ദൈവസന്നിധി നിലവിളിക്കുന്നത് അവൻ കാണുമ്പോ, അത് കണ്ടു പഠിക്കുമ്പോ, അതാണ് ഏറ്റവും വലിയ പ്രസംഗം സ്തോത്രം. ആമേൻ. അത് കാരണം അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക സ്തോത്രം. വലിയ അനുഗ്രഹം പാസ്റ്ററെ. പാസ്റ്ററുടെ 15 വർഷം ഇന്ത്യൻ നേവിക്ക് വേണ്ടി കൊടുത്തല്ലേ? അതെ അതെ 15 വർഷം. അതുകൊണ്ടാണ് പാസ്റ്റർ പറഞ്ഞത് നല്ല ആരോഗ്യമുള്ള ആ സമയം. അതെ പക്ഷെ അതിനകത്തെല്ലാം ദൈവ പദ്ധതി ഉണ്ടെന്നാ പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത്. അത് കാരണം എനിക്കിപ്പോ ഹിന്ദിയിലും, ഇപ്പോഴും കഴിഞ്ഞ ദിവസവും ഞാൻ നോർത്ത് ഇന്ത്യയിൽ പ്രീച്ച് ചെയ്യായിരുന്നു. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം 3 ലാംഗ്വേജ് നന്നായിട്ട് കൃപയാൽ ആ രീതിയിൽ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ ദൈവം കൃപ തന്നിട്ടുണ്ട്. അതിനകത്തെല്ലാം ട്രെയിനിങ്ങിനകത്തൊക്കെ ദൈവത്തിന് ഈ പദ്ധതി ആയിരുന്നു സ്തോത്രം. മോശയുടെ ജീവിതം എടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ, ആ പുറകിലുള്ള ട്രെയിനിങ്ങിനൊക്കെ അതിന്റെ അപ്പുറത്ത് മരുഭൂമിയിൽ ഉള്ള പദ്ധതികളായിരുന്നല്ലോ സ്തോത്രം. എല്ലാം ദൈവം പഠിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. പാസ്റ്റർ നേവിയിലെ ഏതൊരു റാങ്ക് വരെ ജോലി ചെയ്തു? ഞാൻ JC ആയിട്ടാണ് റിട്ടയർ ആയത്. അതെ, ജൂനിയർ കമ്മീഷൻ ഓഫീസർ. ഓക്കെ. ദൈവത്തിന് സ്തോത്രം. ഒരു നേവൽ ഓഫീസർ എന്ന് പറയാം അല്ലേ? ജൂനിയർ കമ്മീഷണർ ഓഫീസർ. ജൂനിയർ കമ്മീഷണർ ഓഫീസർ. ഓക്കെ പാസ്റ്ററെ, ഒത്തിരി സന്തോഷം. നല്ല അനുഭവങ്ങൾ. ദൈവം സഹായിക്കട്ടെ. ആരോൻ മോന് വേണ്ടി, അബിഗയിൽ മോൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ മുംബൈയില് ഞങ്ങള് അന്ന് ഞാൻ 95 ഇന്ത്യയുടെ ഒരു പഠനമായിരുന്നു സ്തോത്രം. അത് കഴിഞ്ഞ് കർത്താവിന്റെ പഠനത്തിന് ശേഷം വന്നിട്ടില്ല. ഇനി വരുമ്പോ തീർച്ചയായിട്ടും പാസ്റ്ററെ, ഞാൻ പാസ്റ്റർ ബോംബെയിലെ കാര്യം, ബോംബെ നേവൽ ബേസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്ത്, അന്ന് ഞങ്ങൾ 98 മുതൽ ഞങ്ങൾ ബോംബെയിലുണ്ട്. VT ചർച്ച ബോർഡിലൊക്കെയാ ഞങ്ങളുടെ ആരംഭകാലം. ഞങ്ങൾ രണ്ടുപേരും അവിടെയായിരുന്നു. അപ്പോൾ കൊളബായിൽ നിന്ന്, നേവൽ ബേസിൽ നിന്ന് നമുക്ക് ഒത്തിരി ദൈവമക്കൾ അവിടെ ആരാധിക്കാനൊക്കെ വരുമായിരുന്നു. ഞാൻ പോയിക്കൊണ്ട് നേവി നഗറി, ഞങ്ങളുടെ നേവി നഗറിൽ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, അവിടെ പോവാ. ശരി, അത് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ അതോ?
അല്ല, അത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ശരി, ഫെലോഷിപ്പ്. ഓക്കെ. ഒത്തിരി പേര് നമുക്ക് VT ചർച്ച കൂടി വരുന്നവരുണ്ടായിരുന്നു ആ സമയത്ത്, ആ നഗറിൽ നിന്ന്. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി സന്തോഷം പാസ്റ്ററെ. ജീവിതാനുഭവങ്ങൾ ഇനി എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രഷർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിച്ച് ഈ സെക്ഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മെയിൻ ആയിട്ടുള്ള ഇതാണ് ഭാഷ. ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക ഇത്രയേ ഉള്ളൂ. നമ്മളെ കടത്തിക്കൊണ്ടുപോകുന്ന അനുഭവത്തിനകത്ത് കർത്താവ് പരിശീലിപ്പിക്കുക. ദൈവവചനത്തിൽ പറയുന്ന പോലെ ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിലുണ്ടല്ലോ, ആദ്യത്തെ 2 വാക്യങ്ങളാണെന്ന് തോന്നുന്നു. ഇസ്രായേൽ മക്കള് ഈ യുദ്ധം അഭ്യസിക്കാഞ്ഞവരെ പരിശീലിപ്പിക്കാൻ വേണ്ടിയാ ദൈവം ചില പരിശോധനകൾ വിട്ടുകൊടുത്ത്, ചില ജാതികളുടെ പ്രതികൂലങ്ങൾ വിട്ടുകൊടുത്ത്. അതുപോലെ നമ്മളോർക്ക് ഇതിപ്പോ നമ്മളെ അങ്ങ് കടിച്ചു കീറി തീർക്കുമെന്ന് ഓർക്കും, പക്ഷെ അതിനകത്ത് പരിശീലിപ്പിച്ച് ട്രെയിനിങ് ചെയ്ത് പുറത്തെടുക്കുന്ന ദൈവത്തിന്റെ പദ്ധതികളുണ്ട്. സ്തോത്രം. രാജിയുടെ മാതാവ് വന്നപ്പോ, മാതാവ് വരുന്നതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞില്ല, വന്നു കഴിഞ്ഞപ്പം പുള്ളിക്കാരി ആകെ ഇതറിഞ്ഞപ്പോ സ്വാഭാവികമായി പറ്റ അമ്മ ഒരു മകൾ കടന്നു പോകുന്ന വേദന കാണുമ്പോൾ അതിനകത്ത് ഒത്തിരി ക്ഷീണിച്ചു മാതാവ്. പക്ഷെ ആ മാതാവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഒരു വിധവയാണെങ്കിലും ഒത്തിരി ബലത്തോടെ പിടിച്ചു നിൽപ്പാൻ ഞങ്ങളുടെ ഏറ്റവും വേദനയുടെ സമയത്ത് ഞങ്ങളുടെ കൂടെ നിന്നു. അപ്പോ ഒരു ദിവസം ഞാന് രാജി കീമോ കഴിഞ്ഞ് കിടക്കുമ്പോ ഓഫീസിൽ പോയപ്പോ, രാജി കീമോ കഴിഞ്ഞ് എഴുന്നേക്കാൻ മേല, പക്ഷെ രാജി എന്നെ ഫോൺ വിളിക്കുകയാണ്, മമ്മി തലകറങ്ങി കിടക്കുക വീട്ടിനകത്ത്. പെട്ടെന്ന് എന്തോ BP-യുടെ വേരിയേഷൻ വന്നിട്ട്. അപ്പം രാജി താഴെ വന്ന് ഒരു കൈ കൊണ്ട് മാതാവിനെ പിടിച്ച് ഈ ഫോൺ വിളിച്ച് എന്നോട് പറയാം. അപ്പൊ അവിടുന്ന് എന്തോ പാസ്റ്റർ എനിക്ക് ചെയ്യാൻ പറ്റും? ദൈവം വിശ്വാസം പഠിപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. പ്രൈസ് ഗോഡ്. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരനെ വിളിച്ചു, ഇവിടെ അടുത്ത് താമസിക്കുന്ന അദ്ദേഹം ഡൗൺ ടൗണിൽ അന്ന് ജോലിയാ. അദ്ദേഹത്തിന് വരണമെങ്കിൽ 1/2 മണിക്കൂർ എടുക്കും. പക്ഷെ അന്നേരം ആ ഓഫീസൊന്നും നോക്കിയില്ല, അവിടെ നിന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. എന്റെ പൊന്നപ്പച്ച, നിന്റെ കരം അവിടെ ചലിക്കണം, വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. സ്തോത്രം. അത്രയും അപകടകരമായ അവസ്ഥക്കകത്ത് പിന്നെ പെട്ടെന്ന് വേറൊരു കൂട്ടുകാരനെ വിളിച്ച് അവൻ കുറച്ച് 15-20 മിനിറ്റ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവൻ വന്നെടുത്ത് കിടത്തി, സെറ്റിയിലോട്ട് കിടത്തി. പിന്നെ ആള് ഇവൻച്വലി നോർമലായി. ഞാൻ പറഞ്ഞത്, അങ്ങനത്തെ അവസ്ഥയിൽ നമ്മളെ കർത്താവിനെ മാത്രം ട്രസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്ന ചില ആത്മമണ്ഡലത്തിലോട്ട് അങ്ങോട്ട് വലിച്ചെറിയും ദൈവാത്മാവ് ചില സമയത്ത്. പറക്കം പഠിപ്പിക്കുക എന്ന് പറയുന്ന പോലെ. സ്തോത്രം. കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. ഓരോ അനുഭവങ്ങൾക്കുമായിട്ട് സ്തോത്രം ചെയ്യുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം അറിയാതെ നമ്മുടെ തലയിലെ മുടി പോലും കൊഴിയത്തില്ലെന്ന്. എന്ത് ജീവിതാനുഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു പർപ്പസ് ഉണ്ട് പാസ്റ്റർ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മോർണിംഗ് ഡ്യൂവിൽ പറഞ്ഞൊരു വചനം അതായിരുന്നു, പരീക്ഷയെക്കുറിച്ചാണ് ഒരു വചനം പറഞ്ഞു. പാസ്റ്റർ ഇന്ന് സാക്ഷ്യത്തിൻ്റെ ഇടയ്ക്ക് അത് പറഞ്ഞു, പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഒരുക്കിയിട്ടുണ്ട്. അതായത് പരീക്ഷ മാത്രമല്ല, ഇറങ്ങിപ്പോകാനുള്ള വഴിയുടെ ദൈവം അവിടെ തുറന്നിട്ടിട്ടുണ്ടെന്നുള്ളതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. ഞാൻ കഴിഞ്ഞ ദിവസം മോർണിംഗ് ഡ്യൂവിന് പറഞ്ഞ ഒരു വചനമാണ്. എന്ത് പരീക്ഷ വന്നാലും പരിശോധന വന്നാലും അത് നമ്മളെ എക്യുപ്പൈ ചെയ്യുന്നതിനാണ്, നമ്മളെ വളരെ പണിതെടുക്കുന്നതിനാണ്. കറക്റ്റ് ആയിട്ടുള്ള കാര്യം. അതെ അതെ. ഞാൻ വന്ന സമയത്ത് പാസ്റ്റർ ഇതൂടെ പറയാം, അനുഭവങ്ങൾ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുക. വന്ന സമയത്ത് ഞങ്ങൾ -20 ഒരു ദിവസം എനിക്കൊരു ഇന്റർവ്യൂ ഇവിടെ ജോലിക്ക്. അപ്പൊ എയർപോർട്ടിനടുത്തുള്ള ഒരു കമ്പനിയാണ്, ഇച്ചിരി റിമോട്ട് ആയിട്ടുള്ള ഏരിയ. ബസ് ഇറങ്ങിയിട്ട് ഒരു ചെറിയ കുന്ന് കയറി വേണം പോകാൻ. അപ്പൊ നമ്മൾ ഇത്രയൊന്നും ചിന്തിക്കുന്നില്ല. അവിടുത്തെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് ബസ് പിടിക്കാൻ വന്ന് നിൽക്കുക. അപ്പൊ നാട്ടിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക്. പക്ഷെ ബസ് വരുന്നില്ല. സ്വാഭാവികമായിട്ട് വിന്റർ ടൈമിൽ ബസ് എല്ലാം ഡിലേഡ് ആയിരിക്കും ഇവിടെ. ഈ ഒരു 3 മരമുള്ള ഒരു വിജനമായ പ്രദേശത്ത് ഞാൻ ബസ് കാത്തു നിൽക്കുക. ബസ് വരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ കൈയെല്ലാം ഫ്രോസൺ ആകാൻ തുടങ്ങി, എന്റെ മൂക്ക് ഫ്രോസൺ ആയി, കാൽവിരലുകൾ ഫ്രോസൺ ആയി. ഓൾമോസ്റ്റ് ഒരു വല്ലാത്ത അവസ്ഥയിലോട്ട് പോവാണ്. മരണത്തെ മുൻപിൽ കാണും. എന്റെ പോക്കറ്റ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന 3310 നോക്കിയയുടെ പണ്ടത്തെ മൊബൈൽ കിടക്കുന്നുണ്ട്. അത് എടുക്കാൻ വേണ്ടി കൈ ഒന്നും മടക്കാൻ മേല, അങ്ങനത്തെ അവസ്ഥയിലോട്ട് പോയി. അവസാനം ഞാൻ ഈ മരത്തിലോട്ട് അങ്ങ് ചാഞ്ഞു. അന്ന് വലിയ ജാക്കറ്റ് ഒന്നും, ഒരു സാധാരണ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ജാക്കറ്റൊക്കെ ഉള്ളൂ. മരത്തിലോട്ട് ചാഞ്ഞിട്ടൊരു നിലവിളിച്ചു. അതൊക്കെയാണ് ജീവിതത്തിലെ പ്രാർത്ഥനകൾ എന്ന് പറയാൻ പറ്റുന്ന ശരിക്കുള്ള പ്രാർത്ഥനകൾ. കാരണം വേറെ ഓപ്ഷൻ ഒന്നും അവിടെ ഇല്ല. കൈ കാണിച്ചിട്ട് ഒരു വണ്ടി നിർത്തുന്നില്ല. പ്രാർത്ഥിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ബസ് വന്നു പാസ്റ്ററെ. അതിനകത്ത് കയറി ഇരുന്നതിന്റെ ആ ഒരു അനുഭൂതി, ഹീറ്റ് കിട്ടുന്ന ആ അനുഭൂതി, അതെന്തിനാന്നറിയാം എന്നെ പഠിപ്പിച്ച. അത് കഴിഞ്ഞ് എനിക്ക് ജോലി തന്ന മെട്രോയ്ക്കകത്ത്. അപ്പൊ അനേക കസ്റ്റമേഴ്സിനോട് നന്നായിട്ട് പെരുമാറാൻ വേണ്ടി എന്നെ ആ അനുഭവം പഠിപ്പിച്ച്. ഇപ്പൊ ഞാൻ അതിനകത്തൊരു ഇൻസ്ട്രക്ടറാണ്, ഒരു ട്രെയിനറാണ്.
അപ്പം ഞാൻ എന്റെ ട്രെയിനീസിനെയൊക്കെ ആ 3 മരങ്ങളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് എന്റെ കഥ ഞാൻ വിവരിക്കും. എന്നെ എവിടുന്ന് വിടുവിച്ച ഒരു കർത്താവുണ്ടെന്നും പറയും അതിന്റെ കൂടെ. സ്തോത്രം. ഏത് തീവ്രമായ അനുഭവത്തിനടുത്തൂടെ പോയാൽ അതിനകത്ത് ദൈവദാസൻ പറഞ്ഞ പോലെ അതിനകത്തൊരു പദ്ധതിയുണ്ട്. സ്തോത്രം. ദൈവത്തിന് മാത്രം. എല്ലാ വേദനയും എല്ലാ രോഗത്തിൻ്റെ പിന്നിൽ. പാസ്റ്ററെ പ്രാർത്ഥിക്കാം, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു വലിയ അനുഗ്രഹം അവരുടെ മേൽ വെളിപ്പെടുവാൻ ഇടയായി തീരട്ടെ, ചിലർ സൗഖ്യമാകുവാൻ ഇടയായി തീരട്ടെ. പാസ്റ്റർ പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ നല്ല അപ്പച്ച, ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദാസനും ദാസിയും നേതൃത്വം നൽകുന്ന ഈ ആസാദി ചാനലിലൂടെ അപ്പച്ചൻ ഈ എളിയവരുടെ ജീവിതത്തിൽ ചെയ്ത അനുഭവങ്ങളെ, കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തിയ മേഖലകളെ കർത്താവെ ഞങ്ങളെ കൊണ്ടാവുന്നത് പോലെ പറയുവാൻ കർത്താവ് കൃപ തന്നു. എന്നാൽ അതിനപ്പുറത്ത് ദൈവത്തിന്റെ പദ്ധതികൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ശക്തിയോടെ വെളിപ്പെട്ടു വരുവാൻ പ്രാർത്ഥിക്കുന്നു. എവിടെയൊക്കെയോ രോഗക്കിടക്കയിൽ കിടക്കുന്നവർ, എവിടെയൊക്കെയോ ഏതൊക്കെയോ രാജ്യങ്ങളിൽ മടുത്തു കിടക്കുന്നവർ, എവിടെയൊക്കെയോ മേഖലകളിൽ വല്ലാതെ തകർന്നു കിടക്കുന്നവരെ ദൈവത്തിന്റെ ശബ്ദം ഈ സമയത്ത് തൊടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എവിടെയൊക്കെയോ തീ എന്ന് പറയുന്നതിനകത്ത് നീ വെന്തു പോകത്തില്ല, എവിടെയൊക്കെയോ വെള്ളമെന്ന് പറയുന്നത് നിന്റെ മേൽ കവിയത്തില്ല എന്നുള്ള ദൈവിക വാഗ്ദത്തം ചില ദൈവജനത്തിനു വേണ്ടി ശക്തിയോടെ ഇടപെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഏതൊക്കെയോ യൗവനക്കാരെ മടുപ്പ് ബാധിച്ച് കർത്താവിങ്കിൽ നിന്നകലെ ഏതൊക്കെയോ പടകുകളിൽ പോയി കിടക്കുന്നവരെ ദൈവത്തിന്റെ സ്നേഹം വലിച്ചടിപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങൾ കർത്താവിന് വേണ്ടി തരുവാൻ ചിലതിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഈ ആസാദി ടിവിയുടെ പ്രവർത്തന മേഖലകളെ അങ്ങ് വീണ്ടും വർദ്ധിപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനും ദാസിയും ഞങ്ങളെ അറിഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങളുടെ രോഗത്തിന്റെ സമയങ്ങളിൽ കർത്തദാസനെയും ദാസിയെയും അങ്ങയുടെ അനുഭവ സാക്ഷ്യങ്ങളും വചനവുമായി ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ച ഒരു ദൈവം ഇനിയും ഈ ചാനലിനെ ശക്തിയോടെ എവിടെയൊക്കെയോ തകർന്ന് ക്ഷീണിച്ചു കിടക്കുന്ന ജീവിതങ്ങളിലേക്ക് ശക്തിയോടെ ദൈവമഹത്വമായി ഉപയോഗിക്കാൻ പോകുന്നതിനായി ഞങ്ങൾ അങ്ങയെ ഒരുമിച്ച് സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, ഇത്രത്തോളം ഞങ്ങളോട് ദൈവകൃപ കൂടെയിരുന്നു. അങ്ങയുടെ ശബ്ദമായി നിൽപ്പാൻ കൃപയാൽ ദൈവം സഹായിച്ചു. അങ്ങയുടെ ക്രൂശിന്റെ മറവിൽ ഞങ്ങൾ മറയുന്നു. അങ്ങയുടെ മഹത്വം മാത്രം സകലത്തിലും വെളിപ്പെടുത്തെ. കർത്താവേ, ഈ ചാനലിലെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനിയും അനേകർക്ക് ഈ മിനിസ്ട്രി അനുഗ്രഹമായി നിലകൊള്ളട്ടെ. സകല മഹത്വ അപ്പച്ചന് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസ കാവൽ നമ്മെല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മളോടൊപ്പം കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ അജു പാസ്റ്റർ മേൽ, തൻ്റെ ജീവിത പങ്കാളിയുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മറക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്ററെ. ഒരു പ്രാവശ്യം നന്ദി പറയുക. പ്രത്യേകിച്ച് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ കടന്നുപോയ ജീവിതത്തിലെ ആ പ്രത്യേക അനുഭവങ്ങളുടെ നടുവിൽ, സാഹചര്യങ്ങളുടെ നടുവിൽ ആസാദിയിലെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ ഒരു ബലമായി തീർന്നു. ഞങ്ങളുടെ ശുശ്രൂഷയും അല്ലെങ്കിൽ ഈ ഒരു ചാനലിൻ്റെ ശുശ്രൂഷയും കർത്താവ് ഉപയോഗിച്ചതിനോർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ശരിക്കും ഒത്തിരി ബ്ലസ്ഡ് ആയിരുന്നു രാജി. അങ്ങനെ കിടക്കുന്നവർക്ക് അതിന്റെ വാല്യൂ അറിയത്തുള്ളൂ പാസ്റ്റർ. ആ മിനിസ്ട്രിയുടെ വാല്യൂ ശരിക്കും ഒത്തിരി ബലപ്പെടുത്തിക്കൊള്ളുന്നു. പവർ വിഷൻ പോലെ, ആസാദി ടിവി പോലെയുള്ള ശക്തമായ ചാനലുകൾ ഒത്തിരി ബലപ്പെടുത്തിക്കൊണ്ട്. താങ്ക് യു, താങ്ക് യു പാസ്റ്റർ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു സിസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. എല്ലാവരും എനിക്ക് താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ.